അപ്പോൾ ഇന്ന് എനിക്ക് തന്ന വിഷയം ഉസ്താദ് നമ്മുടെ ജമാഅത്ത് ഭാരവാഹികൾ മരണവും മരണാനന്തര ജീവിതവുമാണ്. അപ്പോൾ ചില ആൾ ചോദിച്ചു, നമ്മുടെ ചങ്ങാതി ഉറങ്ങാൻ പറ്റൂലല്ലോ ഉസ്താദ്, ഇന്ന് ഇത് കേട്ടാൽ ഇനി ഉറങ്ങാൻ പറ്റൂല. അപ്പോൾ ഇന്നത്തെ പോക്ക്. അപ്പോൾ ഞാൻ പിന്നെ രണ്ടാമത് ചോദിച്ചു, എന്നാൽ പിന്നെ കുടുംബജീവിതമാക്കാം. അപ്പോൾ ഒരു കൂട്ടർ വേണ്ട, ഉസ്താദിൻ്റെ കുടുംബജീവിതം വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് സെൻസർ ചെയ്യാം. എമ്പുരാൻ സെൻസർ ചെയ്തില്ലേ 16 സ്ഥലത്ത്? എമ്പുരാൻ സെൻസർ ചെയ്ത പോലെ ഞാൻ സെൻസർ ചെയ്ത് പ്രസംഗിക്കാൻ തന്നെ. അപ്പോൾ അതും വേണ്ട, അതറിയാതെ ചിലപ്പോൾ സെൻസർ ബോർഡിനെ കടത്തി വെട്ടിയിട്ട് പ്രസംഗിച്ചാലോ ശരി, ഓക്കെ, വേണ്ട എന്ന് കരുതി. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാഹ്, മരണത്തെക്കുറിച്ചൊരു ഓർമ്മ നല്ലതാണ്. എപ്പോഴും നമുക്ക് പേടിയുള്ളതും നമ്മൾ ആഗ്രഹിക്കാത്തതുമായ കാര്യമാണ്. 2 കാര്യം ജനങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് നബി തങ്ങൾ പഠിപ്പിച്ച വാക്കാണ്. 2 കാര്യം. അതാണ് നമ്മുടെ മേൽ ഇന്ന് ഏറ്റവും വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നത്. 2 കാര്യത്തിൻ്റെ പേരിലാണ്. 2 കാര്യം ആർക്കും ഇഷ്ടമില്ലാത്ത 2 കാര്യം. ഒന്ന് ഹുബ്ബുദ്ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്. ഒന്ന് ഹുബ്ബുദ്ദുനിയാ, ദുനിയാവിനോടുള്ള പ്രേമം. മരിക്കരുത്, നല്ല വീട് വേണം, നല്ല വണ്ടി വേണം, നല്ല പെണ്ണ് വേണം, പണം വേണം, സമ്പത്ത് വേണം, അങ്ങനൊരു ആഗ്രഹം, ദുരാഗ്രഹം. 2 വ കറാഹിയത്തുൽ മൗത്ത്, മരണത്തിനോട് വെറുപ്പ്. മരിക്കരുത്. അങ്ങനെ മരിക്കാതെ അടിച്ചു പൊളിച്ച് ജീവിക്കണം ലൈഫ്. അതാണ് ഈ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ആഗ്രഹം നമ്മളിൽ വന്നാൽ അക്രമികൾ, അഹങ്കാരികൾ, അധികാരികൾ നമ്മുടെ മേൽ കടന്നാക്രമം നടത്തും. ആ സമയത്ത് നമ്മൾ വെറും ചണ്ടികളായിരിക്കും. നമുക്ക് ഒരു നിലയ്ക്കും അവിടെ വിജയിക്കാൻ കഴിയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഈ 2 കാര്യത്തിനോട് നമുക്ക് യുദ്ധം ചെയ്യണം. കാരണം ഹുബ്ബുദ്ദുനിയ, ദുനിയാവിനോടുള്ള പ്രേമം ഒഴിവാക്കണം. കറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പ് മാറ്റിവെക്കണം. മരിക്കാൻ ആഗ്രഹിക്കണം. എങ്ങനത്തെ മരണം? നല്ല മരണം. അതാണ് വേണ്ടത്. നല്ല മരണം. മരിക്കും, എന്തായാലും മരിക്കും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. എല്ലാ ആത്മാവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ലോകത്തിനൊരന്ത്യം ഉണ്ടാകുമെന്നതിന്റെ തെളിവാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത്. നാം എല്ലാം നശിക്കും എന്നതിന്റെ തെളിവത്രേ. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് സഹാബത്ത് വന്നിട്ട് ചോദിച്ചില്ലേ, അല്ലാഹുവിന്റെ റസൂലേ, ഈ ലോകത്തിന്റെ അവസാനത്തെ കുറിച്ച്, ലോകാവസാനത്തിന്റെ അടയാളങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞു തരുവോ? ലോകാവസാനത്തിന്റെ അടയാളത്തെ കുറിച്ച് നബി തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമതായി പറഞ്ഞു, മൗത്തി, എന്റെ മരണം ലോകാവസാനത്തിന്റെ അടയാളമാണ്. നബി തങ്ങൾ തന്നെ വഫാത്തായി. അതിന് തെളിവാണ്. അത് ഏറ്റവും വലിയ തെളിവാണ്. രണ്ടാമത് നബി തങ്ങൾ പറഞ്ഞു, ബൈത്തുൽ മഖ്ദിസ്, ഇന്ന് കാണുന്ന ഗസയുണ്ടല്ലോ, ഫലസ്തീൻ ഉണ്ടല്ലോ, ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടല്ലോ, അത് മുസൽമാന്റെ കൈകളിൽ കിടന്ന മാനമാടുമത്രേ. അങ്ങനെ ഒരു കാലം വരാതെ ലാ തഖൂമുസ്സാ, ലോകം അസ്തമിക്കുകയേ ഇല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒന്നാമത്തേതാണ് നബി തങ്ങളുടെ വഫാത്ത്. അപ്പൊ നബി തങ്ങൾ വഫാത്തായി, അപ്പൊ നമ്മൾ വഫാത്താവും. അതാണ് എൻ്റെ അർത്ഥം. വലൗ കാനത്തി ദുനിയാ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ആര്
ആർക്കെങ്കിലും ഈ ലോകത്ത് ഒരവസാനമില്ലാത്ത ഒരു ജീവിതം ഉണ്ടായിരുന്നുവെങ്കിൽ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ, അത് ലോകത്തിന്റെ നേതാവായ ഹബീബായ തങ്ങൾക്ക് അല്ലാഹു അത് സമ്മാനിക്കുമായിരുന്നു. ആ പ്രവാചകൻ പോലും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയെങ്കിൽ മനുഷ്യവർഗമേ, ഈ സദസ്സിലിരിക്കുന്ന നാം ഓരോരുത്തരും പടിപടിയായി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞേ മതിയാവൂ. മരണം സുനിശ്ചിതമാണ്, പക്ഷേ അനിശ്ചിതമാണ്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ് വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. 5 കാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു മാത്രമാ. അതിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്ന 4ാമത്തെ കാര്യം വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ. നാളെ നീ എന്ത് പ്രവർത്തിക്കുമെന്നും എവിടെ യാത്ര ചെയ്യുമെന്നും എവിടേക്ക് പോകുമെന്നും ഇതെല്ലാം അല്ലാഹു മാത്രമാണ് തീരുമാനിക്കുക. 5ാമത് വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ഏത് മണ്ണിലാണ് മരിക്കുക, എവിടെ വെച്ചാണ് മരിക്കുക, എങ്ങനെയാണ് മരിക്കുക, ഇത് അല്ലാഹു അല്ലാതെ മറ്റാരും അറിയുകയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. എല്ലാവരും മരിക്കും എന്നുള്ള ഒരു ഉറപ്പായി. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. എല്ലാ ആത്മാവും നശിക്കും കേട്ടോ, ഈ ലോകം മുഴുവനും തകർന്നടിയും കേട്ടോ. ഈ പവിത്രമായി നമ്മൾ കാണുന്ന ഈ അലങ്കാരം, ഈ മനോഹാരിത, ഈ ചേതോഹാരിത എല്ലാം ഒരു ദിവസം അസ്തമിച്ചു പോകും, തകർന്നു പോകും. നിതാന്ത ജാഗ്രതയുള്ള വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. നിതാന്ത ജാഗ്രതയുള്ള നിത്യ ചൈതന്യമായ അല്ലാഹ്, അവനല്ലാതെ ഒരു മനുഷ്യനും ഒരു ജിന്നുവർഗവും ഒരു ഭൂതവർഗവും ഈ ദുനിയാവിൽ അവശേഷിക്കുകയില്ല. സാക്ഷാൽ നമ്മുടെ റൂഹിനെ പിടിക്കുന്ന മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലും ഈ ലോകത്ത് നിന്ന് നിർമാർജനം ചെയ്യപ്പെടുമത്രേ. ലോകം മുഴുവനും നശിപ്പിക്കുന്ന സമയത്ത് അല്ലാഹു മലക്കുൽ മൗത്തിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, യാ മലക്കൽ മൗത്ത് ലാ ബുദ്ദ മിൻ മൗതിക, നീയും മരിക്കൽ അനിവാര്യമാണ് കേട്ടോ. മലക്കുൽ മൗത്തിനോട് അല്ലാഹു കൽപ്പിക്കുമ്പോ മലക്കുൽ മൗത്ത് നേരെ പോകുന്നത് മാ ബൈനൽ ജന്നതി വന്നാർ. മലക്കുൽ മൗത്ത് സ്വർഗ്ഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ വന്നു നിൽക്കുകയാ. സ്വന്തമായ ദേഹത്തിന്റെ റൂഹിനെ, ആ മലക്കുൽ മൗത്തിന്റെ റൂഹിനെ പിടിക്കുന്നത് മലക്കുൽ മൗത്ത് തന്നെയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അപ്പോൾ ഭയങ്കര വേദന ഉണ്ടാവും. മലക്കുൽ മൗത്തിന് പോലും മരണവേദന ഉണ്ടാകും. അപ്പോഴാണ് മലക്കുൽ മൗത്ത് പറയുന്നത്, അല്ലാഹ്, ദുനിയാവിൽ മരണത്തിന് ഇത്ര വേദന ഉണ്ടായിരുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട സാലിഹീങ്ങളുടെ റൂഹിനെ പിടിക്കുമ്പോ അവരോട് ഞാൻ കരുണ കാണിക്കുമായിരുന്നല്ലോ അല്ലാഹ്. മലക്കുൽ മൗത്തിന് പോലും അറിയില്ല നമ്മൾ അനുഭവിക്കുന്ന വേദന എത്രത്തോളം. അത് മലക്കുൽ മൗത്തിന്റെ റൂഹിനെ പിടിക്കുമ്പോഴാണ് അറിയുക. അത്രയ്ക്കും വേദനയാണ്. അതുകൊണ്ടല്ലേ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തിനോട് അടുത്ത് കിടക്കുന്ന സമയത്ത് ആയിഷാ ബീവിയുടെ നെഞ്ചിലാണ് കിടക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു ഇടയ്ക്കിടയ്ക്ക്, ആയിഷാ, ഇന്നലിൽ മൗതി ലസകറാത്ത്, ഇന്നലിൽ മൗതി
ലസകറാത്ത്, മരണത്തിന് ഇത്രയും വേദനയുണ്ടോ ആയിഷ? ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ ഒരു ചെറിയ വെള്ളത്തിന്റെ ഒരു പാത്രം ഉണ്ടായിരുന്നില്ലേ? ഇടയ്ക്കിടയ്ക്ക് മഹദിയായ ആയിഷ ബീവി ഒരു തുണിയിൽ വെള്ളമെടുത്തിട്ട് അള്ളാന്റെ റസൂലിന്റെ ശരീരമാസകലം തുടച്ചു മാറ്റുമെങ്കിൽ അള്ളാന്റെ റസൂല് വേദന കൊണ്ട് പറയുമായിരുന്നു, ഉന്നതനായ കൂട്ടുകാരനിലേക്ക് എന്നെ ഒന്ന് അടുപ്പിക്കണമേ, എന്നെ ഒന്ന് കൊണ്ടുപോകണമേ. അള്ളാന്റെ റസൂലിന് അത്രത്തോളം വേദനയായിരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളെ സമീപിക്കുകയാണ്. അള്ളാന്റെ റസൂല് മരണവേദന കൊണ്ട് വെമ്പൽ കൊള്ളുമ്പോ ഹബീബായ തങ്ങളെ സമീപിച്ചുകൊണ്ട് ഇബ്നു മസ്ഊദ് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ് ഇന്നക ലതുഅകു വഅകൻ ശദീദാ, അങ്ങേക്ക് വല്ലാത്ത വേദനയാണല്ലേ, വല്ലാണ്ട് വേദനിക്കുന്നു അല്ലേ? ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി ഈ പാണത്തൂരിരിക്കുന്ന ഞാനടക്കം നമ്മളടക്കം മനസ്സിലാക്കണേ. ഈ ഉലമാ പ്രമുഖരിരിക്കുന്ന ഈ മജ്ലിസിൽ വെച്ച്, ഈ നൂറുകണക്കിന് സഹോദരിമാരിരിക്കുന്ന ഈ മജ്ലിസിൽ വെച്ച് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഇബ്നു മസ്ഊദിനോട് പറഞ്ഞ വാക്ക്, ഇന്നീല ഊഅകൂ ലറജുലാനി മിൻകും, നിങ്ങളിൽ രണ്ടുപേർ അനുഭവിക്കുന്ന മരണവേദനയാണ് ഞാൻ ഒരാൾ അനുഭവിക്കുന്നതെന്ന് ലോകത്തിന്റെ നേതാവ്, വിപ്ലവത്തിന്റെ നായകൻ മുത്തു മുഹമ്മദ് മുസ്തഫ. നമ്മൾ അനുഭവിക്കുന്ന, രണ്ടുപേരനുഭവിക്കുന്ന മരണവേദന അല്ലാഹുവിന്റെ റസൂല് ഒറ്റയ്ക്ക് അനുഭവിക്കുന്നു എന്ന് നബി തങ്ങൾ തന്നെ പറയുകയാണ്. ആയിഷ ബീവി കാണുകയാ നബി തങ്ങളുടെ വേദന, അസഖ്യമായ വേദന. ഹബീബായ തങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ആയിഷ ബീവി പറഞ്ഞ ഒരു വാക്കുണ്ട്, എന്റെ റസൂല് അനുഭവിച്ചതുപോലുള്ള മരണവേദന ഇനി ലോകത്ത് ഒരാളും അനുഭവിക്കൂല കേട്ടോ. ഭർത്താവിനെ ചാരത്ത് ചേർത്ത് പിടിച്ചിട്ട് ഒരു ഭാര്യയുടെ വാക്ക്, എന്റെ ഭർത്താവ് അനുഭവിച്ചതുപോലുള്ള വേദന ഇനി ലോകത്താരും അനുഭവിക്കൂല. അത്രയ്ക്കും വേദന അനുഭവിച്ചു. ആരാ? ലോകത്തിന്റെ നേതാവല്ലേ? ആരാ? സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന നേതാവല്ലേ? ആദ്യമായി സ്വർഗത്തിന്റെ വളയം പിടിക്കുന്ന ഹബീബായ തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് സുഖസന്തോഷത്തോടു കൂടിയല്ല കേട്ടോ. വളരെ വളരെ വേദന, അസഹ്യമായ വേദന സഹിച്ചുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് ആ മരണത്തെ നമ്മൾ എത്ര വെറുത്താലും മക്കളെ, ആ മരണത്തെ നമ്മൾ അഭിമുഖീകരിക്കുക തന്നെ ചെയ്യും. എവിടെ ഓടിപ്പോകും? എവിടെ ഓടും? കുറെ മരണത്തിന്റെ കണക്ക് ഇപ്പം നമ്മുടെ പ്രസിഡന്റ് ഇവിടെ വായിച്ചില്ലേ? ആരറിഞ്ഞു 10 വയസ്സുകാരൻ മരണപ്പെടുമെന്ന്, ആരറിഞ്ഞു 15 വയസ്സുകാരൻ 10 വയസ്സുകാരൻ മുക്കിക്കൊല്ലപ്പെടുമെന്ന്, കൊല ചെയ്യപ്പെടുമെന്ന്. വൃദ്ധന്മാര് കൊല ചെയ്യപ്പെടുകയാ. ഇന്ന് ആശുപത്രിയിൽ ഇന്ന് രാവിലെ കൊണ്ടുപോയ ഒരു പൊന്നുമോള് പനി പിടിച്ച് വയറുവേദന പിടിച്ച് 9 വയസ്സായ മോള് ആശുപത്രിയിൽ കൊണ്ടുപോയി. ആ വയറുവേദന മാറാൻ, പനി മാറാൻ ഇഞ്ചക്ട് ചെയ്തു. വൈകിട്ടോട് കൂടി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. ആരെങ്കിലും കരുതിയോ മരിക്കാനാണ് എന്റെ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്? ആരെങ്കിലും ധരിച്ചോ പ്രസവിക്കാൻ പോയ ഉമ്മ പ്രസവത്തോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവുകയാണ്? ആരെങ്കിലും കരുതിയിരുന്നോ എന്റെ പെങ്ങള് മരിച്ചു പോകുമെന്ന്, എന്റെ ഉമ്മ മരിച്ചു പോകുമെന്ന്, എന്റെ ഭാര്യ മരിച്ചു പോകുമെന്ന്? ആരെങ്കിലും ധരിച്ചോ? 20 വയസ്സ് 22 വയസ്സുള്ള പെണ്ണ പ്രസവിക്കാൻ വേണ്ടി പോയതാണ്, പിന്നീട് വരുന്നത് അവളുടെ മയ്യത്താണ്. ആരെങ്കിലും ധരിച്ചിട്ടാണോ കരുതിയിട്ടാണോ പോകുന്നത്? അല്ല. മരണത്തെ നമ്മൾ ഓർക്കണേ. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ഏതൊരു മരണത്തെ ഭയന്നാണോ ഓടുന്നത്, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ഒരു പക്ഷേ അത് മംഗലാപുരത്തെ മെഡിക്കൽ കോളേജിലെ ആശുപത്രിയുടെ വെന്റിലേറ്ററിലായിരിക്കാം, ICUവിൽ ആയിരിക്കാം. ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നല്ല, ICU. ഞാൻ നിന്നെ കാണുമ്പോ എന്റെ ഒറിജിനൽ അതാണ്.
ഒറിജിനൽ അർത്ഥം അത് തന്നെയാണ്. ICU കാണാം, ICU, ഞാൻ നിന്നെ കാണും എന്നല്ല എന്റെ അർത്ഥം. ആര് ചിന്തിക്കുന്നു? മരിക്കാൻ ആർക്കും ഇഷ്ടേയില്ല. എന്നാൽ മരണമില്ലാത്ത ഒരു ലോകമുണ്ട് കേട്ടോ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ذواتا أفنان فبأي آلاء ربكما تكذبان فيهما عينان تجريان فبأي آلاء ربكما تكذبان. എത്ര മനോഹരമായ ചേതോഹാരിതമായ കളകളാരവം മുഴക്കി ഒഴുകുന്ന അരുവികളുള്ള, വിഭവങ്ങൾ നിറഞ്ഞ പൂന്തോട്ടങ്ങളുള്ള, കായ്ഫലങ്ങളുള്ള വൃക്ഷങ്ങളുള്ള, എത്രയോ വലിയ സ്വർണ്ണ കൊട്ടാരങ്ങളുള്ള, ഒരിക്കലും മരിച്ചു പോകാത്ത ആ ഒരു സ്വർഗലോകത്തേക്കാണ് അള്ളാഹു നമ്മളെ ക്ഷണിക്കുന്നത് കേട്ടോ. അവിടെ മരണമില്ല, അവിടെ മരിക്കുക എന്ന് പ്രതീക്ഷിക്കുക പോലും വേണ്ട. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നമ്മളെ നാളെ മഹ്ശറയിലേക്ക് ഒരുമിച്ച് കൂട്ടിയിട്ട് യുജാഉ ബിൽ മൗത് കഅന്നഹു കസാദ്, ഒരാടിന്റെ കോലത്തിൽ മരണത്തെ കൊണ്ടുവരികയാ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മഹ്ശറയിൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയതിനു ശേഷം ആടിന്റെ കോലത്തിൽ, ആടിന്റെ രൂപത്തിൽ മരണത്തെ കൊണ്ടുവരികയാണ്. അതിനെ അറുക്കാൻ അല്ലാഹു കൽപ്പിക്കുകയാ. ആ മരണത്തിന്റെ രൂപം, ആ മരണത്തിന്റെ കോലം, ആ മരണമാകുന്ന ആ ഒരു സംവിധാനം അതോടുകൂടി അവസാനിക്കുകയാണ്. ആ മരണത്തെ മുറിക്കുകയാ, ആ മരണത്തെ നശിപ്പിക്കുകയാ, ആ മരണത്തെ എന്നേക്കുമായി അല്ലാഹു ഇതാ തീർത്ത് കളയുകയാണ്. തീർന്നു. അവിടെയാണ് മരണമില്ലാത്തത്. ആ മരണത്തെ കൊണ്ടുവന്നു, അറുക്കുന്നു. അല്ലാഹു പറയുന്നു, ഇനി മരണമേ ഇല്ല. സ്വർഗാവകാശികളെ, നിങ്ങൾ ജീവിക്കണേ, യഥേഷ്ടം സുഖിക്കണേ, രസിക്കണേ, രമിക്കണേ. ഇനി നിങ്ങൾക്ക് മരണമേ ഇല്ല. നമ്മളെ കൂട്ടത്തിൽ പെടുത്തട്ടെ, സ്വർഗത്തിൽ എത്തിക്കട്ടെ. സ്വർഗത്തിൽ പോകുന്നവർ ഇനി മരണമില്ല കേട്ടോ, ഇനി മരണമില്ല, സ്വർഗത്തിൽ പോയിക്കോ, പേടിക്കണ്ട, അടിച്ചു പൊളിച്ചോ. നരകത്തിൽ പോകുന്നവരോടും മരണമില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കും. മരണമില്ല, നരകത്തിൽ മരണമില്ല. അല്ലാഹു അക്ബർ. അതുകൊണ്ടല്ലേ നമ്മളോട് എപ്പോഴും നബിതങ്ങള് ഈ റമദാൻ മാസത്തിൽ പോലും അവസാനമായി അള്ളാഹുവിനോട് ചോദിക്കുന്ന തേട്ടമെന്താ? അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനന്നാർ, അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനന്നാർ. നരകാഗ്നിയിൽ നിന്ന്, നരകത്തിൽ നിന്ന് ഞങ്ങളുടെ പിരടികളെ രക്ഷിക്കണേ അല്ലാ, ഞങ്ങളെ നീ രക്ഷിക്കണേ അല്ലാ. വലിയ സാമ്രാജ്യമാണ് നരകം. അവിടെയും പോയാൽ മരണമില്ല. അവിടേക്ക് പോകുമ്പോ മനുഷ്യൻ നിലവിളിച്ചിട്ട് പറയുന്ന ചില വാക്കുകളുണ്ട്. നിലവിളിച്ചിട്ട് പറയും. അവിടെ എത്തുമ്പോ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊണ്ടുവരപ്പെടും. ആ നരകം ഇവന്റെ മുന്നിൽ കൊണ്ടുവരപ്പെടും. يومئذ بجهنم يومئذ يتذكر الإنسان فأنى له الذكرى. അല്ലാഹു ചോദിക്കുകയാ, നാളെ ആ നരകത്തിനെ കെട്ടിവലിച്ചുകൊണ്ട് മനുഷ്യ സഞ്ചയത്തിലേക്ക് കൊണ്ടുവരപ്പെടുമ്പോ അന്ന് ആ മനുഷ്യൻ അത് കണ്ട് നിലവിളിക്കും, ചിന്തിക്കുമത്രേ, ചിന്തിക്കുമത്രേ. അപ്പോൾ ചിന്തിച്ചിട്ട് എന്ത് കാര്യമാണ്? യാതൊരു അർത്ഥവുമില്ല. നരകത്തിലേക്ക് പോകാനുള്ള ബോർഡിംഗ് പാസ് വാങ്ങി പിന്നെ അവിടെ ചിന്തിച്ചിട്ട്, യാ അല്ലാഹ് പടച്ചവനെ പ്ലീസ് പ്ലീസ് രക്ഷിക്കണേ പടച്ചവനെ.
കാര്യമില്ലല്ലോ, സമയം കഴിഞ്ഞു. قالوا ولم تك تأتيكم رسلكم بالبينات قالوا بلى. എത്ര പ്രവാചകന്മാരാണ്, പ്രബോധകന്മാരാണ്, പ്രഘോഷകണമാണ് നിങ്ങളുടെ മുന്നിലേക്ക് അലയടിച്ചു വന്നത്. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, ആഖിറമല്ലാതെ ഒരു സാമ്രാജ്യമില്ല. ആ സ്വർഗം വേണമോ, ആ സ്വർഗത്തിലേക്ക് പോകണോ, അല്ലാഹുവിനെ ആരാധിക്കണേ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വർജിക്കണേ. ആ സ്വർഗത്തിന് വേണ്ടിയല്ലേ നമ്മുടെ നമസ്കാരം, അതിനു വേണ്ടിയല്ലേ നമ്മുടെ നോമ്പ്, അതിനു വേണ്ടിയല്ലേ നമ്മുടെ ഹജ്ജ്, അതിനു വേണ്ടിയല്ലേ നമ്മുടെ ഇൽമിന്റെ സദസ്സുകൾ, അതിനു വേണ്ടിയല്ലേ നമ്മുടെ ദിക്റുകളും ദുആകളും. ആ സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയല്ലേ. വതസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വാ വതഖൂനി യാ ഉലിൽ അൽബാബ്. സൂക്ഷിക്കണേ, ഭക്ഷണം കരുതണേ. നിങ്ങൾ ഒരു യാത്ര പോവുകയാ, ഒരു ദീർഘദൂര യാത്രയാണ്, അവസാനിക്കാത്ത യാത്രയാണ് കേട്ടോ. ആ യാത്ര പോകുമ്പോ കുറെ ഭക്ഷണം കരുതണം കേട്ടോ. ഒരു മയ്യത്തിനെ സന്തൂക്കിൽ കയറ്റി പള്ളിക്കാട്ടിലേക്ക് പാണത്തൂർ ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവരുമ്പോ ഒരു മലക്ക് ആ മയ്യത്തിന്റെ അരികിലേക്ക് ഇറങ്ങി വന്നിട്ട് ആ സന്തൂക്കിൽ ഇരുന്നിട്ട് മയ്യത്തിന്റെ ചെവിയിലേക്ക് ഓതി കൊടുക്കുകയാ. യബ്ന ആദം, ആദമിന്റെ മോനെ, അൽയൗമ തുസാഫിറു സഫറൻ ബഈദാ. നീ ഇപ്പോ യാത്ര ചെയ്യുന്നത് വല്ലാത്ത ദീർഘദൂര യാത്രയാണ്. ഞാനടക്കമുള്ള പ്രഭാഷകന്മാർ കേരളത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് ഈ കേരളത്തിന്റെ ഇങ്ങേയറ്റമായ കാസർഗോഡ് വരെ 650 കിലോമീറ്റർ യാത്ര ചെയ്തു വരുമ്പോ അത് വല്ലാത്ത ദീർഘദൂര യാത്രയായി നമുക്ക് അനുഭവപ്പെടാറില്ലേ? കേരളത്തിന്റെ ഇങ്ങേയറ്റമായ കാസർഗോഡ് നിന്ന് 44-50 കിലോമീറ്റർ താണ്ടിയിട്ട് ഈ മലയോര മേഖലകളിലൂടെ വളഞ്ഞു പൊളഞ്ഞ് ഈ പാണത്തൂർ എന്ന സ്ഥലത്തേക്ക് എത്തുമ്പോ സ്വാഭാവികമായി നമ്മൾ പറഞ്ഞു പോകും, വല്ലാത്ത യാത്രയാ, ഒരു വല്ലാത്ത ദുഃഖമാണ്, ദുരിതം പിടിച്ച യാത്രയാണ്. ഇല്ല ഇല്ല, ഇതൊന്നും ഒരു യാത്രയല്ല. 10 മണിക്കൂർ 16 മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ നിന്ന് ജപ്പാനിലേക്കും അമേരിക്കയിലേക്കും ഇംഗ്ലണ്ടിലേക്കും ഒക്കെ നമ്മൾ യാത്ര തിരിക്കുമ്പോ എത്ര മണിക്കൂറാണ് യാത്ര ചെയ്തതെന്ന് ചോദിച്ചാൽ 16 മണിക്കൂർ 14 മണിക്കൂർ. വല്ലാത്ത ദീർഘദൂര യാത്രയല്ലേ എന്ന് ചോദിക്കുന്നവരോട് ഒരേ ഒരു മറുപടി മാത്രമാണ്. പാണത്തൂർ ജമാഅത്തിൽപ്പെട്ട 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു വീട്ടിൽ നിന്നും മരിച്ചുപോയ ആ മയ്യത്തിനെ എടുത്ത് ഈ പാണത്തൂർ ജമാഅത്ത് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവരുമ്പോ കേവലം ഒരു 10 മിനിറ്റ്, അരമണിക്കൂർ മാത്രം ദൈർഘ്യമാ. എന്നാലോ ആ സന്തൂക്കിലേക്ക് ഒരു മലക്ക് കയറി വന്നിട്ട് ചോദിക്കുകയാ, യബ്ന ആദം, ആദമിന്റെ മോനെ, അൽയൗമ തുസാഫിറു സഫറൻ ബഈദാ ലം തുസാഫിർ അബ്അദ മിൻഹു. ഇന്നേ വരെ നീ ചെയ്തിട്ടില്ലാത്ത ദീർഘദൂര യാത്രയാ നീ ഇപ്പോൾ ചെയ്യുന്നത് ആദമിന്റെ മോനെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വല്ലാത്ത ദീർഘദൂര യാത്രയാണ്, ദീർഘദൂര യാത്ര. നോക്കുമ്പോ എത്ര കിലോമീറ്റർ? പാണത്തൂർ ജംഗ്ഷനിൽ നിന്ന് ഒരാൾ മരിച്ചു, അദ്ദേഹത്തിന്റെ അയാളുടെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവരാൻ അരമണിക്കൂർ മതി. പക്ഷെ ആ മയ്യത്തിനോട് മലക്ക് വന്നിട്ട് പറയുന്ന വാക്കാണ്, അൽയൗമ തുസാഫിറു സഫറൻ ബഈദാ. ദീർഘദൂര യാത്രയാണ് നീ ചെയ്യുന്നത്. ലം തുസാഫിർ അബ്അദ മിൻ. ഇതുപോലൊരു ദീർഘദൂര യാത്ര ഇന്നേ വരെ നീ ചെയ്തിട്ടേ ഇല്ല. നമ്മളെയൊക്കെ യാത്രക്കാരനായിട്ടാണ് റസൂൽ എന്ന് പറഞ്ഞത്. കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. दुनिया के ये मुसाफिर मंजिल तेरी खबर है, रास्ता जो चल रहा है 2 दिन का ये सफर है. ദുനിയാവിലെ യാത്രക്കാരാ,
നിന്റെ സ്ഥലം എവിടെയാണ്, വീട് എവിടെയാണ്, നാട് എവിടെയാണ്, ജാഗ എവിടെയാണ്? തെരീ മൻസിൽ ഖബർ ഹേ. എവിടെയാ വീട്? പൊരയെവിടെ? പാണത്തൂര് തോട്ടം. നോ, തെരീ മൻസിൽ ഖബർ ഹേ. നിന്റെ വീട് ഖബറാണ്, അവിടെയാണ് കിടക്കേണ്ടത്. നമ്മുടെ മുൻഗാമികളൊക്കെ കിടക്കുന്ന എവിടെയാണ്? മുൻ പ്രസിഡന്റുമാര് കിടക്കുന്ന എവിടെയാണ്? മുൻ ആലിമീങ്ങൾ കിടക്കുന്ന എവിടെയാണ്? നമ്മുടെ മശായിഖന്മാര് കിടക്കുന്ന എവിടെയാണ്? ശുഹദാക്കൾ കിടക്കുന്നത് എവിടെയാണ്? ഔലിയാക്കൾ കിടക്കുന്നത് എവിടെയാണ്? എവിടെ? ഒറിജിനൽ വീട്ടിൽ. ഒറിജിനൽ വീട്ടിൽ. തെരീ മൻസിൽ, आपका मंजिल किधर है भाई? मेरा मंजिल कोलकाता है भाई. नहीं भाई, आपका मंजिल ഖബർ है. അവിടെയാണ് മനുഷ്യനെ യഥാർത്ഥി കൊണ്ടെടുത്തത്. സ്ഥിരമായിട്ട് കിടക്കേണ്ട വീട് എവിടെയാണ്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതല്ലേ ഒറിജിനൽ വീട്. നമ്മൾ കോടാനുകോടികളെ ചെലവ് ചെയ്ത് വലിയ വലിയ ബംഗ്ല കെട്ടിപ്പൊക്കിയാലും ആ ഖബർ മരണപ്പെട്ടാൽ എന്റെ ഉപ്പാന്റെ മയ്യത്ത് കൊണ്ടുപോകല്ലേ, എന്റെ ഉപ്പാന്റെ മയ്യത്ത് പുരയിൽ തന്നെ അടക്കണേ എന്ന് ഒരു മകളും വാദിക്കാറില്ല, ഒരു ഭാര്യയും പറയാറില്ല എന്റെ ഇച്ഛാന്റെ മയ്യത്ത് കൊണ്ടുപോകല്ലേ, ഈ പുരയിൽ തന്നെ അടക്കണേ എന്ന് ഒരു ഭാര്യമാരും പറയാറില്ല. അവരുടെ യഥാർത്ഥ വീട്ടിലേക്കാണ് ആ മയ്യത്തിനെ കൊണ്ടുപോയി കിടത്തുക. ആ വീടിന്റെ സ്ഥലം എവിടെയാണ്? പാണത്തൂർ ജമാഅത്ത് പള്ളിയുടെ ഖബർസ്ഥാനാണ്. സ്ക്വയർ ഫീറ്റ് 10,000 സ്ക്വയർ ഫീറ്റ് അല്ല, 1,00,000 സ്ക്വയർ ഫീറ്റ് അല്ല, 6,000 സ്ക്വയർ ഫീറ്റ് അല്ല, 1000 സ്ക്വയർ ഫീറ്റ് പോലുമില്ല. കേവലം 100, 120 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ്. ചെറിയ വീടല്ലേ ചെറിയ വീട്, ചെറിയ വീട്, ഇത്രയേ ഉള്ളൂ. തെരീ മൻസിൽ ഖബർ ഹേ. വീട് തന്നെയാണ്. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ട് നീ കരയേണ്ടതാ, മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. കാലങ്ങളോളം, സമാനുകളോളം, യുഗങ്ങളോളം ആ 100 സ്ക്വയർ ഫീറ്റ് ഇരുണ്ട മുറിയിൽ നീ കിടക്കണേ. അതുകൊണ്ട് ഖബറിനെ ഓർത്ത് നീ ഒന്ന് കരയണേ. ആര് കരഞ്ഞു? ഖബറിനെ ഓർത്ത് കരഞ്ഞവർ എന്റെ മുന്നിലുണ്ടോ? ഒന്നാമത് കൈപൊക്ക്. ഖബറിനെ ഓർത്ത് കരഞ്ഞവരായിരിക്കണം. എന്റെ ഉപ്പ മരിച്ചു കൊണ്ട് അടക്കുന്ന സമയത്ത് കരഞ്ഞു, ഭാര്യ മരിച്ചു അടക്കുന്ന സമയത്ത് കരഞ്ഞു, ഉമ്മ മരിച്ചു അടക്കുന്ന സമയത്ത് കരഞ്ഞു. ആ കണ്ണുനീരല്ല ഞാൻ ചോദിക്കുന്നത്. അല്ലാത്ത സമയത്ത് ആ കാട്ടിലുള്ള ഖബർ കണ്ടിട്ട് അല്ലാ, നമ്മുടെ മുൻഗാമികൾ ഇതാ അന്ത്യവിശ്രമം കൊള്ളുകയാണല്ലോ, എന്തായാലും നാളെ ഞാൻ ഇതേപോലെ വന്ന് കിടക്കേണ്ടവനാണ്. ആ ഖബർ നീ എനിക്ക് സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ, നരകക്കുണ്ടാരമാക്കല്ലേ അല്ലാ എന്ന് ഹൃദയസ്പൃക്കോടുകൂടി ആ ഖബർ കണ്ടിട്ട്, ആ ഖബർസ്ഥാൻ കണ്ടിട്ട്, പള്ളിക്കാട് കണ്ടിട്ട് കരഞ്ഞ കണ്ണുകളുണ്ടോ? ഉണ്ടോ? 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 കൈപോക്ക്. സീരിയല് കണ്ടിട്ട് കരഞ്ഞ കണ്ണുണ്ടോ എന്ന് ചോദിക്കണ്ട, ചോദിക്കുന്നുമില്ല. എല്ലാ കയ്യും പൊക്കേണ്ടി വരും. എല്ലാ കയ്യും പൊങ്ങും. താത്താമാരൊക്കെ വളരെ ഭവ്യതയോടുകൂടി വാത് കേൾക്കാൻ വന്നിരിക്കുന്നു. ഇത് ഖുർആനും ഹദീസുമാണ്, സത്യമാണ്, യാഥാർത്ഥ്യമാണ്. സീരിയൽ അഭിനയമാണ്, കള്ളമാണ്, വ്യാജമാണ്. ആ വ്യാജം കണ്ടിട്ട് പൊട്ടിക്കറിയുമ്പോ ഒറിജിനൽ കണ്ടിട്ട് കണ്ണുനീര് വരുന്നില്ല. കാരണം എന്തെന്നറിയോ മോളെ? കല്ലാ ബൽറാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. തുരുമ്പ് പിടിച്ചുപോയ കൽബ്, ബ്ലോക്കായി പോയി കൽബ്. ഈ റീൽസ് കണ്ട്, തെറ്റുകൾ കണ്ട് കേട്ട് ചിന്തിച്ച് കൽബ് കറുത്ത് ഇരുണ്ടുപോയി, കണ്ണുനീര് വരുന്നില്ല. കരയാൻ കണ്ണുനീരില്ല, വരുന്നില്ല. എന്തൊക്കെ നോക്കി ഖബറിനെ നോക്കിയിട്ടൊന്നും കരയാൻ വരുന്നില്ല. ആര് പറയുന്നു? ആര് കരയുന്നു? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ കരഞ്ഞില്ലേ?
ബഹുമാനപ്പെട്ട സഹാബാക്കളെ കരഞ്ഞില്ലേ? അബൂബക്കർ സിദ്ദീഖ്, ഉമർ അൽ ഫാറൂഖ്, ഉസ്മാൻ അൽ ഗനി കരഞ്ഞില്ലേ? ആ ഖബറിന്റെ അരികിൽ പോയിരുന്നിട്ട് അവരെ കരഞ്ഞത് എന്തിനാ? അവരെ ഖബർ തൊടുക പോലുമില്ല, അവരെ ഖബർ വേദനിപ്പിക്കുക പോലുമില്ല. പിന്നെന്തിനാണ് കരഞ്ഞത്? ഇന്നി സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഗനി പറയുകയാണ്, അൽ ഖബർ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിന്റെ പ്രഥമ കവാടമാണ്. ആഖിറത്തിന്റെ പ്രഥമ കവാടമായ ആ ഖബറിൽ ആദ്യത്തെ രാത്രി നമ്മുടെ മയ്യത്ത് കൊണ്ട് വെക്കപ്പെടുന്ന ദിവസത്തില് ആ ഇന്റർവ്യൂവിൽ നമ്മൾ പരാജയപ്പെട്ടു. ഫമാ ബഅദഹു അശദ്ദു, പിന്നീട് അങ്ങോട്ട് കഠിനമാണ്, വേദനയാണ്. ആദ്യത്തെ ഇന്റർവ്യൂ, ആ ഫസ്റ്റ് നൈറ്റ്, രണ്ട് ഫസ്റ്റ് നൈറ്റ് ആണ്. കല്യാണത്തിന്റെ ഫസ്റ്റ് നൈറ്റ് അത് ആഘോഷമായിരിക്കും, അതാരും പറയേണ്ട ആഘോഷമായിരിക്കും. അതിനെല്ലാരും സാക്ഷ്യം വഹിച്ചാലും വഹിച്ചില്ലെങ്കിലും. എന്നാൽ ആ ഫസ്റ്റ് നൈറ്റ് അല്ല, പിന്നെ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് വെച്ചിട്ട് പോകുന്ന ഒരു ഫസ്റ്റ് നൈറ്റ് ഉണ്ട്, അത് ആഘോഷമാക്കണം, അത് ആഘോഷമാകണം. അത് ആഘോഷമായാൽ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളും യാത്രകളും ആഘോഷമാണ്. ആ ഫസ്റ്റ് നൈറ്റിലെ ഇന്റർവ്യൂവിൽ നീ പരാജയപ്പെട്ടു, പിന്നീട് അങ്ങോട്ട് നിനക്ക് ദുർഘടമാണ്. അത് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അശറത്തുൽ മുബശ്ശറയിൽപ്പെട്ട സ്വഹാബിയാണ്. സ്വർഗം കൊണ്ട് വാഗ്ദത്തം ലഭിക്കപ്പെട്ട സ്വഹാബിയാ. സ്വർഗം ഉറപ്പാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ട് പോലും അല്ലാഹുവേ ആ ഖബർ കൊണ്ട് പൊട്ടിക്കരഞ്ഞ സ്വഹാബിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചത്, ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് കരയണം കേട്ടോ എന്റെ പൊന്നു പെങ്ങളെ, ഒന്ന് കരണം. ജസ്റ്റ് ചുമ്മാ ചിരിച്ചിട്ട് കാര്യമില്ല, കുറേ ചിരിയാണ് കൂടുതൽ. നമ്മുടെ ഡിസ്ക് എടുത്ത് വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ ഓണാക്കി നോക്കണം, ചിരിയാണോ കൂടുതൽ കരച്ചിലാണോ കൂടുതലെന്ന് ഓണാക്കി നോക്കണം. ഇങ്ങനെ കറങ്ങി നമുക്കിപ്പോൾ നമ്മൾ നെറ്റ് എടുത്തിട്ട് ആ നെറ്റ് എത്ര തീർന്നിട്ടുണ്ടെന്ന് കാണാൻ അറിയാലോ. ഇങ്ങനെ കറങ്ങിയിട്ട് പറയും. ഇനി നിങ്ങൾക്ക് 10% ഉള്ളൂ, 90% നിങ്ങൾ ഉപയോഗിച്ചു, 10% ഉള്ളൂ. അതേപോലെ നമ്മുടെ കണ്ണുനീരിന്റെ ലിസ്റ്റ് എടുത്ത് വെച്ച് നോക്കണം, ചിരിയുടെ ലിസ്റ്റ് എടുത്ത് വെച്ച് നോക്കണം. എത്ര ചിരിച്ചു, എത്ര കരഞ്ഞു. കുറച്ച് ചിരിക്കി, കൂടുതൽ കരയി. ആഖിറത്തിൽ പോയി ചിരിക്കാം, അവിടെ കരയണ്ട, അവിടെ കണ്ണുനീരില്ല, അവിടെ കരയേ വേണ്ട. അതുകൊണ്ടാണ് അല്ലാഹു തആല സ്വർഗ്ഗം നമുക്ക് സന്തോഷത്തോടെ തന്നത്. അവിടെ കരയാൻ പാടില്ല, അവിടെ ചിരിക്കലാണ്, സന്തോഷിക്കലാണ്. അവിടെ മരിക്കാൻ പാടില്ല, ജീവിക്കലാണ്. അവിടെ ഉറങ്ങാൻ പാടില്ല, അർമാദിക്കലാണ്. ഉറങ്ങണ്ട, ഉറക്കയില്ല അവിടെ, അർമാദിച്ചോ. ആ ഉത്സവം, ഒരേ ഉത്സവം, ഉറൂസ്, ചന്തകള്, ആണും പെണ്ണും. ഇവിടുത്തെ ചന്ത പെണ്ണ് വേറെ, ആണ് വേറെ. അവിടെ അങ്ങനെയല്ല, ആണും പെണ്ണും യാ അല്ലാഹ് ഇഷ്ടാനുസരിച്ചായിക്കോ, ആരും ചോദിക്കാനില്ല. എന്ത് വേണം? വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. നീ ആഗ്രഹിക്കുന്നത് പോലെ അല്ലാഹു അവിടെ നടപ്പിലാക്കി തരും. ആഗ്രഹിക്കുന്നത് പോലെ. പിന്നെ അതിനേക്കാളും വേറെ ഒരു സംഭവം നമുക്ക് വേണോ? ഇതിനേക്കാളൊരു സന്തോഷം വേറെ ഏതല്ലേ? നീ ആഗ്രഹിക്കുന്ന പോലെ അല്ലാഹു തരും. എന്ത് വേണം? ഏത് വേണം? വെള്ളച്ചാട്ടം വേണോ? റാണിപുരത്ത് പോയിട്ട് നമ്മൾ അവിടെ സുഖിക്കാൻ പോകുന്നുവെങ്കിൽ, അവിടെ വെള്ളത്തിൽ കുളിക്കാൻ പോകുന്നുവെങ്കിൽ, വലിയ വലിയ ഫാൾസ് നിങ്ങൾക്ക് വേണോ? പടച്ച തമ്പുരാൻ പറയുന്നു, വലിമൻ ഖാഫ മഖാമ റബ്ബി ജന്നതാൻ. അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് 2 തോട്ടങ്ങൾ നൽകാം. പാണത്തൂര് കഴിഞ്ഞുള്ള തോട്ടമല്ല കേട്ടോ. പ്രസിഡന്റ് എനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു, ഉസ്താദേ ഭക്ഷണം തോട്ടത്തിലാണെന്ന്. സത്യത്തില് തോട്ടത്തിലായിരുന്നു ഇന്ന് പരിപാടി. ഉസ്താദ് അവിടെ ഭക്ഷണം. ഞാൻ കരുതി നമ്മൾ സാധാരണ ഈ റിസോർട്ടൊക്കെ എടുത്തിട്ട് ആടിനെയൊക്കെ പുഴുങ്ങിട്ട് തോട്ടത്തിൽ ഇങ്ങനെ തിന്ന ആ ഒരു പ്രതീതിയിലാണ് ഇവിടെ എത്തിയത്.
ഞാനും സത്യത്തെ ഹക്ക് അങ്ങനെ കരുതാം, കാരണം ഒരിക്കലും ഇല്ലാത്തൊരു ചർച്ചയായിരുന്നു. പിന്നെ അതിന്റെ മാപ്പ് ഇട്ട് തന്നു, റൂട്ട് മാപ്പ് ഇട്ട് തന്നു. അപ്പൊ ഞാൻ കരുതി ആ തോട്ടത്തിൽ മാഷാ അല്ലാ നല്ല തോട്ടത്തിൽ പോയി റിസോർട്ടിൽ ആടൊക്കെ പുഴുങ്ങി തിന്നിട്ട് വരാം, ആള് പറയാം ഉഷാറ് കിട്ടുമല്ലോ എന്ന് കരുതിയപ്പോഴാണ് തോട്ടം എന്ന സ്ഥലത്തിന്റെ പേരാണ്. ഞാൻ ആകെ ഇടക്കാരായി പോയില്ലേ. തോട്ടം എന്നൊരു സ്ഥലത്തിൽ പോയിട്ടാണ് ഭക്ഷണം കഴിച്ചത്. കേരളത്തിൽ ഞങ്ങൾ അറ്റത്ത് നിന്ന് സ്വർഗത്തിൽ പോകാന്ന് പറഞ്ഞ ഇവിടെ വന്നു. ഒന്ന് നോക്കും വേണ്ട, സ്വർഗ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്കല് സ്വർഗം ജാൽസൂർ സ്വർഗം, അങ്ങനെ പേര് സ്വർഗം. അപ്പൊ ഞാൻ ഞങ്ങളുടെ നാട്ടിലിവിടെ പ്രസംഗിക്കും. ആർക്കെങ്കിലും സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ഇൻഷാ അല്ലാ ഞാൻ കൊണ്ടുപോകാം. നിങ്ങളെന്താ ഈമാനില്ലാത്ത ഈമാനോടുകൂടി പറയാണ്, നിങ്ങൾ സ്വർഗത്തിൽ പോകണോ? എന്റെ കൂടെ വാ, ഞാൻ കൊണ്ടുപോവാം. ഉറപ്പ്, നാളെ വാ, ഇൻഷാ അല്ലാ വാ. അവർക്കറിയില്ല കാസർഗോഡ് സ്വർഗം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. സ്വർഗം എന്നൊരു സ്ഥലം ഉണ്ടെന്നുള്ള കാര്യം ആർക്കറിയില്ല. അപ്പൊ എന്ന് പറഞ്ഞ തോട്ടം, ആ തോട്ടത്തിന് സാധാരണ ഇല്ലേ, പൂന്തോട്ടത്തിനൂടെ തോട്ടം തന്നെ പറയാ. മറ്റേ ഏലക്കാത്തോട്ടം, അടയ്ക്കാത്തോട്ടം, തെങ്ങും തോട്ടം, തോപ്പ്, റബ്ബർ തോട്ടം, അതുകൊണ്ട് ഇവിടെ എല്ലാം തോട്ടം തന്നെയാണ്. അപ്പൊ ജന്നത്താൻ രണ്ട് തോട്ടം ഉള്ളത്. ഇനി വേണമെങ്കിൽ എക്സ്ട്രാ ചേർത്ത് തരും. ഇപ്പൊ തൽക്കാലം ഇത് കൊണ്ടുപോകും, എന്നിട്ട് ഉപയോഗിക്കുക. അല്ല പറയാണ്, അതിലൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്ന ചെറിയ വെള്ളച്ചാട്ടമുണ്ട്, നല്ല അരുവിയുണ്ട്. സൈഡിൽ പോയിരുന്നോ? മീനൊക്കെ ചൂണ്ടയിടാൻ വേണ്ടി പോയിരുന്നോ? അവിടെയൊക്കെ നല്ല നല്ല മാതള പഴങ്ങളുണ്ട്, നല്ല ആപ്പിളുണ്ട്. അതൊക്കെ ഇങ്ങനെ കുടിച്ച് കടിച്ച് തിന്നു ഇങ്ങനെ രസിച്ചിരുന്നു കൊള്ളുക. ചെറിയ വെള്ളച്ചാട്ടം ഇങ്ങനെ പോകും. അപ്പൊ നമ്മളിങ്ങനെ കരുതും ഈ ചെറിയ വെള്ളച്ചാട്ടം, നമ്മളൊക്കെ നല്ല ഫോഴ്സ് ഉള്ള വെള്ളച്ചാട്ടമാണ് നമ്മൾ ആഗ്രഹിച്ചത്. സ്വർഗം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, നല്ല ഫോഴ്സോട് കൂടിയുള്ള ഫാൾസ് ഉണ്ടോ അല്ലാ. ഇവന്റെ ആഗ്രഹം അതാണ്. ഈ ചെറിയ വെള്ളമല്ല, കുറച്ചുകൂടെ നല്ല ഫോഴ്സോടെ വരട്ടെ. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫീഹിമാ ഐനാനി നല്ലാഹതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദിബാൻ. ഭയങ്കരമായ ഫോഴ്സോട് കൂടിയുള്ള ഫാൾസ്, അതിന്റെ രണ്ട് അരുവികൾ അല്ലാഹു നിങ്ങൾക്ക് സമ്മാനിക്കും. ഭയങ്കര ഫാൾസ്, പക്ഷെ എന്നാലും മരിക്കൂലട്ടോ. നിങ്ങൾ ആ ഫാൾസ് ഉള്ള, ആ വലിയ ഫോഴ്സ് ഉള്ള ഫാൾസിൽ പോയി കുളിച്ചാലും തലയടിച്ചു വീണു, കല്ലിൽ തലയടിച്ചു, അവൻ മുങ്ങിപ്പരിച്ചു. മരണമില്ല, മരണത്തെ അള്ള മുറിച്ച് കളഞ്ഞു. മരണം എക്സ്പയർ ആയി, ഇനി മരണമില്ല. അതുകൊണ്ട് അടിച്ചു പൊളിച്ചോളി, സൂയിച്ചോളി അള്ള പറഞ്ഞ വാക്കല്ല. അടിച്ചോ പൊളിച്ചോ, ആഗ്രഹിക്കുന്ന അള്ള കിട്ടും. ഇനി ഇതില്ലാതെ വേറെയും തരും. വമിൻ ദൂനിഹിമാ ജന്നതാൻ, ഇത് പോരെങ്കിൽ അല്ലാഹ് ഇനി വേറെയും തരും. മുദ്ഹാമ്മതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദിബാൻ. കടും പച്ചയുള്ള തോട്ടം കാണാൻ എന്തോ ഒരു രസമാ. ആ കടും പച്ചയുള്ള തോട്ടം അല്ലാഹു നിങ്ങൾക്ക് സമ്മാനിക്കുമത്രേ. അൽഹംദുലില്ലാഹ്. നമ്മുടെ ഇവിടുത്തെ തോട്ടത്തിൽ പോയി കടുംപച്ച കാണാൻ പറ്റുമോ? ഇപ്പൊ മഴ സീസണിൽ കാണാൻ പറ്റും, ഇല്ലെങ്കിൽ ഉണങ്ങിയതേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അള്ളാഹു ഒറിജിനൽ തോട്ടം തരും കേട്ടോ. അത് സ്വർഗാണത്. ആ സ്വർഗത്തിലെത്താനാണ് നമ്മൾ ഈ പണിയെടുക്കുന്നത്. അവിടെ മരണമില്ല, അവിടെ മരണത്തെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. അവിടെ മരിക്കില്ല. പിന്നെ അങ്ങനെ അങ്ങോട്ട് ജീവിച്ചോ, കാലാകാലം ജീവിച്ചോ. അല്ലാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകട്ടെ, സൗഭാഗ്യം നൽകട്ടെ. പക്ഷെ അവിടേക്ക് എത്തുമ്പോ അതിനു മുമ്പ് ഈ ദുനിയാവിൽ വെച്ച് നന്മകൾ ചെയ്യണേ മക്കളെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ യഖ്റുജു അഹദുകും മിനദ് ദുനിയാ ഹത്താ യറാ മഖഅദഹു മിനൽ ജന്നതി അവിന്നാർ. ഈ ദുനിയാവിൽ നിന്ന് ഒരാളും മരിക്കുകയില്ല, ഒരാളും മരണപ്പെട്ടു പോവുകയില്ല. ഹത്താ യറാ മഖഅദഹു മിനൽ ജന്നതി അവിന്നാർ. അവർ മരിക്കുന്നതിന് മുമ്പ് അവർ സ്വർഗത്തിലാണോ നരകത്തിലാണോ, ഈ രണ്ടാലൊന്ന് അവന്റെ മുന്നിൽ വെളിപ്പെടുത്തി കൊടുക്കാതെ ഒരാളും ഈ ദുനിയാവിൽ നിന്ന് മരിക്കുകയേ ഇല്ല. മരിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് അറിയും. അതാ രസം.
മരിക്കുന്നതിന് മുമ്പ് അറിയും. അള്ളാഹ് കാണിച്ചു തരുന്നത് അത് അള്ളാഹു കാണിച്ചു തരും. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون. അല്ലാഹുവിനെ ആരാണോ വഴിപ്പെട്ട് ജീവിച്ച് ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സമയം വരെ അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല. എന്റെ എല്ലാ ഇബാദത്തുകളും അല്ലാഹു മാത്രമാണ് കേട്ടോ. അങ്ങനെ ഉറപ്പായി ജീവിച്ച് ഈ ദുനിയാവിൽ നിന്ന് ആരാണോ മരിക്കാൻ തയ്യാറാകുന്നത് അവരുടെ അരികിലേക്ക് ആകാശലോകത്ത് നിന്ന് പട്ടുടയാടകളുമായി സ്വർഗത്തിന്റെ വസ്ത്രങ്ങളുമായി മലക്കുകൾ ഇറങ്ങി വരികയാണ്. ആ മലക്കുകൾ ഇറങ്ങി വരുന്നത് ആ സ്വാലിഹായ സദ്വൃത്തനായ മനുഷ്യന്റെ അരികിലേക്കാ. അവർ ICUവിൽ കിടക്കട്ടെ, അവർ വീട്ടിലെ ബെഡ്റൂമിൽ കിടക്കട്ടെ, അവർ യാത്ര ചെയ്യട്ടെ, അവർ ഈ ദുനിയാവിൽ എവിടെയുമായി കൊള്ളട്ടെ, അവരൊരു സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ അവരിലേക്ക് മലക്കുകൾ പെയ്തിറങ്ങുകയാണ്. അവരുടെ അരികിൽ വന്നിരുന്നു കൊണ്ട് നെറ്റിത്തടത്തിലേക്ക് കൈവച്ചുകൊണ്ട് മാലാഖമാർ അവരോട് ചൊല്ലിക്കൊടുക്കുകയാ, ഖുൽ യാ ഇബാദല്ലാഹ് ലഖിനൂ ഫീഹാ വലഖനഹു മലക്കുൽ മൗത്ത് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ മരണത്തെ ആഗ്രഹിച്ച് കിടക്കുന്ന ആ സ്വാലിഹായ മനുഷ്യന്റെ അരികിലേക്ക് മലക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ ദാസനെ ചൊല്ലണം കേട്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ചൊല്ലി മരിക്കണേ. വലിയ ഭാഗ്യമാണ് നല്ലവർക്ക് വന്ന് ചൊല്ലിക്കൊടുക്കാൻ. സാലിഹായ മനുഷ്യർക്ക് അതിങ്ങനെ ചൊല്ലും. അപ്പൊ ഇങ്ങനെ നെറ്റിയൊക്കെ വേർക്കും, കണ്ണൊക്കെ നനയും, കണ്ണൊക്കെ ഈറനണിയും, കരയും. സാലിഹീങ്ങളുടെ മരണം കണ്ടിട്ടുണ്ടോ? നിങ്ങളൊക്കെ പോയി കണ്ടിട്ടുണ്ടോ? നെറ്റിയൊക്കെ വേർത്ത് മരിക്കുന്ന അരങ്ങും മരിക്കുന്ന സമയം ഒന്ന് അടുത്ത് നിന്ന് നോക്ക്. സാലിഹീങ്ങളാണെങ്കിൽ കാണാം, വിയർക്കും, ശരീരം വിയർക്കും, കണ്ണ് ഈറനണിയും. നെറ്റിത്തടം വിയർക്കുന്നതേറ്റം മെച്ചമാ, കണ്ണിന്റെ വെള്ളമൊലിക്കലും ഖൈറുള്ളതാ, മൂക്കിന്റെ ദ്വാരം തീർത്തു കണ്ടാലും അത് ശുഭലക്ഷണത്തിൽ തന്നെയാണെന്നുള്ളത്. ആ സ്വർഗം കാണുമ്പോ അതിന്റെ വെപ്രാളം ഇത്രയും പെട്ടത്. ഖദ്ദിമൂനി ഖദ്ദിമൂനി ഫൈൻ കാന റജുലൻ സ്വാലിഹാ. ആ മരിക്കാൻ കിടക്കുന്ന സഹോദരൻ ഒരു സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ ആ മലക്കുകളോട് പറയും, ഒന്ന് വേഗത്തിൽ കൊണ്ടുപോടേ, ഒന്ന് വേഗത്തിൽ എന്നെ ഒന്ന് കൊണ്ടുപോകുവോ. ഒരു സാലിഹായ മനുഷ്യനായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. അതിനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ് ആഖിബത്ത്. അപ്പൊ നെറ്റിയൊക്കെ വേർക്കും, കണ്ണൊക്കെ നിറയും. സ്വർഗം ഫുൾ A+ വാങ്ങിയാലേ ഓൾക്ക് അറിയും. നീയല്ലേ ഫുൾ A+ വാങ്ങിയല്ലേ, പിന്നെ എന്തിനൊക്കെ അറിയുന്നത്? സന്തോഷം, സന്തോഷത്തിന്റെ കരച്ചിലാണ്. ഇച്ച ഗൾഫിൽ നിന്ന് വന്നാലും കരയും, പോകുമ്പോഴും കരയും. അതൊന്നിനൊപ്പം നീ കരയുന്നത് സന്തോഷം, പോകുന്നത് ഒരു വിഷമം. അപ്പൊ സന്തോഷത്തിന്റെ കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീരാണ് സ്വർഗം കാണുമ്പോൾ നമ്മൾ കരയുന്നത്. അത് സ്വാലിഹീങ്ങൾക്ക് അല്ലാഹു കാണിച്ചു കൊടുക്കും, സാലിഹാത്തുകൾക്ക് അല്ലാഹു കാണിച്ചു കൊടുക്കും. മരിക്കുന്നതിന് മുമ്പ് നീ പോകുന്ന സ്ഥലം ഇവിടെയാണ്. അത് കാണണം. അതിനുവേണ്ടിയാണ് ഈ പണിയെടുക്കുന്നത്. ചുമ്മാ റീൽസും കണ്ട് സമയം മുഴുവൻ ജീവിതം മൊത്തം കളഞ്ഞു.
ഇൻസ്റ്റാഗ്രാമിലും ടെലഗ്രാമിലും ഒക്കെ കയറി ഇറങ്ങി ഇങ്ങനെ സമയം കളഞ്ഞാൽ കാണാൻ പറ്റും, അതേ കാണാൻ പറ്റുള്ളൂ. ഫ്രണ്ടിൽ ഇങ്ങനെ കാണാം ഹണി റോസ് നിൽക്കുന്നത്, അത് കണ്ടാ മതിയാ. പൃഥ്വിരാജിനെ കാണാം, എമ്പുരാനെ കാണാം, തമ്പുരാനെ വിട്ട് എമ്പുരാനിലേക്ക് അവരെ കാണാം. അവരെ കണ്ടിട്ട് മരിച്ചാൽ മതിയോ? അവരെ കണ്ടിട്ട് മരിച്ചാൽ മതിയോ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് കാണേണ്ടത് സ്വർഗത്തിന്റെ അനുഭൂതികളാണ്, സ്വർഗത്തിന്റെ രസമാണ്. അതാണ് നമ്മൾ അത് അള്ളാഹ് കാണിച്ചു തരുമെന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും വ്യക്തമായ കാര്യമല്ലേ? ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും വ്യക്തമായ കാര്യമാണ്. നമുക്ക് അത് കണ്ടിട്ട് വേണം നമ്മൾ മരിക്കാൻ. അപ്പോഴാണ് സാലിഹായ മനുഷ്യനെ പെട്ടെന്ന് യാ അല്ലാഹ് പെട്ടെന്ന് എന്നെ ഒന്ന് കൊണ്ടുപോ. സാലിഹല്ലാത്ത മനുഷ്യനാണ്, നമസ്കാരമില്ലാത്തവനാണ്, ദീനുമായി ബോധമില്ല, ബന്ധമില്ല, കേവലം ഒരു നാമധാരിയായ മുസ്ലിമാ. അവനിതാ മരിക്കാൻ കിടക്കുമ്പോ MDM അടിച്ചിട്ട്, ചാരായം അടിച്ചിട്ട്, കഞ്ചാവ് അടിച്ചിട്ട്, ലോകം എന്താന്ന് പോലും അറിയാതെ ഇതാ അവൻ പെടഞ്ഞ് മരിക്കാൻ പോകുമ്പോ അവന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് നരകത്തിന്റെ തീനാളങ്ങളാണ്, നരകത്തിന്റെ അഗ്നിജ്വാലകളാ. അവിടുത്തെ പാമ്പുകളെ, തേളുകളെ ഇവന്റെ മുന്നിലേക്ക് പ്രദർശിപ്പിക്കുമ്പോ ഇവൻ പറയുകയാണ്, റബ്ബിർജിഊ, ഒന്ന് മടക്കണേ അല്ലാ, ഒന്ന് മടക്കണേ അല്ലാ, അഖിറൂനി അഖിറൂനി, കൊണ്ടുപോകരുതേ, കൊണ്ടുപോകരുതേ. MDM അടിച്ച് ചത്തുപോയ ചെറുപ്പക്കാരൻ അവൻ മരിച്ചു, വഫാത്ത എന്ന് പറയല്ലേ. ആരെങ്കിലും ഈമാൻ നഷ്ടപ്പെടുന്ന പ്രവൃത്തി ചെയ്യുവോ? ഒരാള് മൻശരിബൽ ഖംറ, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, എന്റെ പൊന്നു ചെറുപ്പക്കാരാ, നിന്റെ കാല് പിടിച്ച് ഞാൻ പറയാം, കേവലം ഒരു 10 വർഷത്തെ സുഖത്തിന് വേണ്ടിയാ ഈ കൊടും ക്രൂരത നീ കാട്ടിക്കൂട്ടുന്നത് കേട്ടോ. നിന്റെ ഉമ്മയെ നീ മറന്നു പോകുന്നു, സ്വന്തം പെങ്ങളെ മറന്നു പോകുന്നു, നിനക്ക് വേണ്ടി അധ്വാനിച്ച് ചോര നീരാക്കി തരുന്ന നിന്റെ ഉപ്പയെ നീ മറന്നു പോവുകയാ, എന്റെ അനുജനെ അനുജത്തിയെ നീ മറന്നു പോവുകയല്ലേ. MDMന്റെ പേരിൽ ആ ശരീരത്തെ മുഴുവനും നീ തകർത്ത് നശിപ്പിച്ച് കളയുമെങ്കിൽ, ആ അവസ്ഥയിലാണ് നീ മരിക്കുന്നതെങ്കിൽ 40 ദിനരാത്രങ്ങൾ അല്ലാഹു നിന്നിൽ നിന്ന് മാറിപ്പോവുകയാണ്. കാരണം നീ മദ്യപിച്ചവനാണ്. കഞ്ചാവ് അടിച്ചപ്പോ നിന്റെ ബുദ്ധി നഷ്ടപ്പെട്ടു പോയി. ആ കഞ്ചാവ് നിന്റെ കൽബിന്റെ ഉള്ളിലുള്ളിടത്തോളം, നിന്റെ ആമാശയത്തിലുള്ളിടത്തോളം ഈമാൻ എന്ന് പറയുന്ന സമ്പത്ത് അല്ലാഹു എടുത്ത് കളയുമത്രേ. മൻശരിബൽ ഖംറ നസഅ അല്ലാഹു മിൻ ഖുലൂബികുമുൽ ഈമാൻ കമാ യഖ്ലഉൽ ഇൻസാനു ഖമീസഹു മിൻ റഅസിഹി. ആരെങ്കിലും കഞ്ചാവ് കഴിച്ചാൽ അവന്റെ കൽബിൽ നിന്ന് അല്ലാഹു ഈമാൻ പിഴുതെറിയുമത്രേ. എതുപോലെ എന്ന് വെച്ചാൽ അവന്റെ ശരീരത്തിൽ കിടക്കുന്ന ഖമീസ് വസ്ത്രമുണ്ടല്ലോ, അതവന്റെ തലയുടെ മുകളിലൂടെ പറിച്ചെടുക്കുന്നത് പോലെ ഈമാൻ അല്ലാഹു പറിച്ചു കളയുമത്രേ. ആ അവസ്ഥയിലാണ് നീ മരിച്ചു പോയതെങ്കിൽ നിന്റെ മയ്യത്ത് പള്ളിയിലെ ഉസ്താദ് വന്ന് കുളിപ്പിച്ചാലും, സാലിഹീങ്ങൾ കുളിപ്പിച്ചാലും, ആര് കുളിപ്പിച്ചാലും ആ മയ്യത്തെടുത്ത് ഈ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവരാൻ സന്തൂക്കിലേക്ക് എടുത്തു വെച്ചാൽ ആ മയ്യത്ത് വിളിച്ചു പറയും, കൊണ്ടുപോകരുതേ, അഖിറൂനി അഖിറൂനി, എന്നെ കൊണ്ടുപോകരുത് കേട്ടോ. ആ ഖബറിന്റെ പ്രകമ്പനം ഞാൻ കാണുകയാ, ആ ഖബറിന്റെ തീനാളം ഞാൻ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പോലും പറഞ്ഞില്ലേ, ജന്നിബൂഹു ജാറസൂ, MDM അടിച്ചു മരിച്ചു പോയവന്റെ മയ്യത്ത് സാലിഹീങ്ങളുടെ ഖബർസ്ഥാനിൽ അടക്കല്ലേ. നമ്മുടെ ഉപ്പ ഉമ്മമാരുടെ മയ്യത്തടക്കപ്പെട്ട ഖബർസ്ഥാനിൽ കൊണ്ടുപോയി അടക്കല്ലേ. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലേ, ആ
ഖബറിൽ ഇറങ്ങുന്ന ശിക്ഷ നമുക്കും കിട്ടുമോ എന്ന് ചോദിച്ചപ്പോ ഒരു ഖബറിൽ നന്മ ഇറങ്ങിയാൽ അതിന്റെ ഗുണം, അതിന്റെ സവാബ് അടുത്ത ഖബറുകളിൽ കിട്ടുന്നത് പോലെ ഒരു തമ്മാടിയുടെ, ഒരു അഹങ്കാരിയുടെ, ഒരു മദ്യപാനിയുടെ, ഒരു കഞ്ചാവ് അടിച്ചവന്റെ മയ്യത്ത് അടക്കം ചെയ്യപ്പെട്ട ഖബറിൽ ഇറക്കുന്ന ശിക്ഷയുടെ പ്രതിഫലനം അടുത്ത് കിടക്കുന്ന ഖബറാളിക്കും കിട്ടുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് നമ്മുടെ വാപ്പയെ വേദനിപ്പിക്കണോ, ഉമ്മയെ വേദനിപ്പിക്കണോ, ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ മക്കൾ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ഖബർസ്ഥാനിലെ സാലിഹീങ്ങളെ വേദനിപ്പിക്കണോ? അവൻ ഈമാനില്ലാത്തവനാ, ഈമാനില്ലാത്തവന്റെ മയ്യത്താണ് കൊണ്ടുവന്ന് അടക്കം ചെയ്യപ്പെടുന്നത്. ആ ഖബറിലേക്ക് നരകത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുമെന്ന് ശഫീഉനാ ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ യുവത്വങ്ങളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ചിന്തിക്കണം, ഒരു ചെറിയ ലാഭം, ചെറിയ സുഖം, 10 വർഷം ഗ്യാരണ്ടി, 10 വർഷം എണ്ണിക്കോ. ഈ 10 വർഷത്തിനകത്ത് എല്ലാം അടിച്ചു പോകും, മൊത്തം ഫീസ് അടിച്ചു പോകും, ആന്തരിക അവയവങ്ങളെല്ലാം പോകും, എല്ലാ ബാറ്ററി ഫീസാവും. പിന്നെ ഇവൻ പോയിട്ട് കല്യാണം കഴിച്ചാൽ പോലും ഫായിദ ഉണ്ടാവില്ല, മാഫി ഫായിദ. പെണ്ണ് അടുത്ത ദിവസം വല്ലവന്റെ കൂടെ ഒളിച്ചോടി പോകും. കാരണം ഇവനെ കൊണ്ട് ഒരു ഫായിദ ഇല്ല. കാരണം അതിനുള്ള കപ്പാസിറ്റി മുഴുവൻ പോയല്ലോ 10 വർഷത്തോടു കൂടി. ഒരു കുടുംബ ജീവിതം നയിക്കാൻ പറ്റൂല, ഒരു പെണ്ണിനെ തൃപ്തിപ്പെടുത്താൻ പറ്റൂല, ഒരു നല്ലൊരു കുട്ടിക്ക് വേണ്ടി പരിശ്രമിക്കാൻ പറ്റൂല, എല്ലാം പോയി. 10 വർഷങ്ങൾ നോയിക്കോളി. മനുഷ്യന്റെ ആന്തരിക അവയവങ്ങൾ മുഴുവനെ തകർത്ത് കളയാനുള്ള ഏറ്റവും വലിയൊരു വെടിമരുന്നാണ് ഈ കഞ്ചാവ്. നമ്മുടെ ചെറുപ്പക്കാർ അത് കരുതി അതിൽ നിന്ന് ഒഴിവാകും. അള്ളാഹുവിനെ പേടിയുണ്ടെങ്കിൽ, ആഖിറത്തെ പേടിയുണ്ടെങ്കിൽ, ഖബറിനെ പേടിയുണ്ടെങ്കിൽ, മഹ്ശറിനെ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഒഴിവാകും. 40 ദിവസം വരെ നിന്റെ ഒന്നും അല്ലാഹു സ്വീകരിക്കൂല. ഒരു വ്യഭിചരിക്കുന്നത് വ്യഭിചാരം പോലെയല്ല. ഒരു മദ്യപിച്ച് ആ കഞ്ചാവ് അടിക്കുമ്പോൾ അത് ഉള്ളിൽ കിടക്കുമ്പോൾ 40 ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തിരിഞ്ഞു പോലും നോക്കൂല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. സംഭവിച്ചു പോയി. വഅനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ് സുമ്മ ലാ തുൻസറൂൻ. അടുക്കണേ, അല്ലാഹുവിലേക്ക് അടുത്തു വരണമേ, പടച്ചവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങണേ. ചെയ്തു പോയ തെറ്റാണ് അല്ലാ, കൊടും ക്രൂരതയായി പോയി അല്ലാ. ഈ കഞ്ചാവിന്റെ പേരിൽ എന്റെ മാതൃഹൃദയത്തെ പോലും എനിക്ക് വേദനിപ്പിക്കേണ്ടി വന്നു പടച്ചവനെ. എന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മയാ, 10 മാസം കൊണ്ട് നടന്ന ഉമ്മയാ, എനിക്ക് 2 വർഷം മുലപ്പാല് തന്ന ഉമ്മയാണ്. എന്നെ കവിളത്തിൽ ഉമ്മ വെച്ച് എനിക്ക് ഭക്ഷണം വാരിത്തന്ന്, എന്നെ കുളിപ്പിച്ച്, എനിക്ക് പുതുവസ്ത്രങ്ങൾ ധരിപ്പിച്ച്, എന്റെ കുഞ്ഞിളം കൈക്ക് പിടിച്ച് നഴ്സറി മുതൽ എന്നെ കൊണ്ടുപോയി എന്നെ വളർത്തിക്കൊണ്ടുവന്ന എന്റെ ഉമ്മയുടെ മാനം പോലെ കവർന്നെടുക്കാൻ ഈ കഞ്ചാവ് എന്നെ പ്രേരിപ്പിച്ചു. പടച്ച റബ്ബേ, എന്റെ സ്വന്തം പെങ്ങളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യാൻ എന്റെ മനസ്സ് അതിലേക്ക് പ്രേരിപ്പിച്ചു അല്ലാ. എന്റെ സ്വന്തം അനിയനെ പോലും കൊന്നുകളയാൻ എന്റെ മനസ്സ് പ്രേരിപ്പിച്ചു അല്ലാ. എന്റെ ഉപ്പ ഉറങ്ങുമ്പോ എന്റെ ഉപ്പയെ തലക്കടിച്ചു കൊല്ലാൻ എന്റെ മനസ്സ് പ്രേരിപ്പിച്ചു. പടച്ച റബ്ബേ, ഞാൻ ചെയ്തത് എത്ര അപരാധമാ, പൊറുക്കണേ അല്ലാ. ഇനി ഇല്ല റബ്ബേ, ഈ ഒരു അന്ധകാരത്തിലേക്ക് ഇനി ഞാൻ മടങ്ങില്ല അല്ലാ. മാപ്പ് തരണമല്ലാ, മാപ്പ് തരണമല്ലാ. ചെറുപ്പക്കാരാ, ധൈര്യമുണ്ടോ, ആഗ്രഹമുണ്ടോ? എല്ലാം കളഞ്ഞു കുളിച്ചിട്ട് പടച്ച റബ്ബിലേക്ക് മടങ്ങാൻ പടച്ചവൻ പറഞ്ഞത് കേട്ടിട്ട് മടങ്ങാൻ തയ്യാറായാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്നെ വാരി പുണരുമത്രേ, നിന്റെ കണ്ണുനീര് തുടച്ചു തരുമത്രേ. നിന്റെ നെറുകന്തലയിൽ പടച്ചവൻ ചുംബിച്ച് നിന്നെ സ്വീകരിച്ച് പാവങ്ങൾ പൊരുത്തപ്പെട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ പടച്ചവൻ മലക്കുകളോട് പറയുമത്രേ. പക്ഷേ നമ്മൾ തയ്യാറാകണം. ഇല്ല,
അതിന് ഞാൻ തയ്യാറല്ല എങ്കിൽ നാളെ നരകത്തിലേക്ക് എത്തുമ്പോ നീ പറയുന്ന വാക്ക് ഞാനിപ്പോ പറഞ്ഞു തരാം. ഒന്നുകിൽ റെഡി തയ്യാറാവും. സംസാരിക്കുവാണോ കേൾക്കുവാണോ? കുറച്ച് ബാസൂടെ കുറച്ച് ബാസ് നല്ലപോലെ ശ്രദ്ധിക്കും. തങ്ങൾ വരാറായി പറഞ്ഞു തീർക്കട്ടെ. നാളെ ഇപ്പോൾ 1 മണിക്കൂർ സമയമായിട്ടുള്ളൂ. 1/2 മണിക്കൂറെങ്കിലും പറയണം, എന്നാലും ഇത് തീരൂല തീർപ്പി. തങ്ങൾ 12 മണിക്ക് അകത്ത് എത്തും ഇൻഷാ അല്ലാഹ്. സ്റ്റേജിൽ ഇരുന്നവരെല്ലാം പോയാ? അൽഹംദുലില്ലാഹ്. ഒരു 3 സ്വലാത്ത് എല്ലാവരും സല്ലല്ലാഹു ഉറക്കെ ചൊല്ല്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു ഈ സ്വലാത്തിന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മക്കളെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്വർഗ്ഗം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മുടെ മക്കളുണ്ടല്ലോ നമ്മുടെ സ്വർഗത്തിലെ പൂക്കളാണ്. നമ്മുടെ മക്കള് പിഴച്ചു പോയാൽ അതിന്റെ ഉത്തരവാദിത്വം ഉമ്മ വാപ്പ അനുഭവിക്കണം ആഖിറത്തിൽ. വെറുതെ പറയല്ല, ശ്രദ്ധിച്ച് കേൾക്ക്. ഖുർആനാണ്. ഈ ഖുർആൻ നമ്മുടെ വഴികാട്ടിയാണ്. ഈ ഖുർആൻ പറയുന്ന വഴികളിലൂടെ സഞ്ചരിക്കാതെ നമ്മൾ മരിച്ചു പോയാൽ ആഖിറത്തിൽ വിരൽ കടിച്ചിട്ട് കാര്യമില്ല. ആഖിറത്തിൽ വിരൽ കടിക്കുന്നവരുടെ അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. നല്ലപോലെ ശ്രദ്ധിക്കും. നമ്മളൊരു ഉറൂസിന് വന്ന മഹാന്മാരെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് അൽഹംദുലില്ലാഹ് ദുആയിൽ പങ്കാളികളായി ഇവിടെ നിന്ന് ആർദ്രതയോടുകൂടി നമ്മൾ മടങ്ങി പോകുമ്പോ നമുക്കൊരു പ്രതിജ്ഞ എടുക്കണം. നമുക്കൊരു പ്രതിജ്ഞ വേണം. എന്റെ മക്കളെ എനിക്ക് നന്നാക്കി എടുക്കണം. ഉമ്മ ദുആ ചെയ്യും. ഉമ്മയുടെ ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ട്. ഉമ്മയുടെ ദുആ വലിയ ദുആയാണ്. ഉമ്മയുടെ ദുആ വലിയ ദുആയാണ്. ഉമ്മ ദുആ ചെയ്യുന്നത് കൊണ്ട് എത്രയോ പേർക്ക് ഗുണം കിട്ടിയെന്നറിയോ? ഇമാമുന ബുഖാരി റളിയല്ലാഹു തആല അൻഹു അന്ധനായി ജനിച്ച ബുഖാരി ഇമാമിന്റെ കണ്ണിന് കാഴ്ച കിട്ടാൻ, കണ്ണ് തുറക്കാൻ ദുആ ചെയ്തത് ഉമ്മയാണ്. ഒരാളുടെ കണ്ണിന്റെ കാഴ്ച പോയി, കുട്ടി ജനിച്ചു വന്നു അന്ധനായിട്ടാണ്. ആ കുട്ടിക്ക് ഇനി ഒരു കാഴ്ച ഉണ്ടോ? ഇനി ഒരു കാഴ്ച ഉണ്ടാവോ? ഉണ്ടാകും. ഉമ്മയുടെ ദുആയാണ്. ആ ഉമ്മ ദുആ ചെയ്തു. ഇവർ ബഹുമാനപ്പെട്ട ഇമാമുന ബുഖാരി തങ്ങൾക്ക് അല്ലാഹു തആല കാഴ്ച കൊടുത്തു. ഒരു ദിവസം തഹജ്ജുദിന്റെ സമയത്ത് ഉമ്മ സ്വപ്നം കണ്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്നു ഉമ്മയോട്, നിങ്ങളുടെ മകന്റെ കണ്ണിന് കാഴ്ച അല്ലാഹു കൊടുത്തു. ഇമാമുന ബുഖാരി തങ്ങളുടെ ഉമ്മ പോയിട്ട് നോക്കുമ്പോ ഫർതദ്ദ ബസീറ, മോൻ കണ്ണു തുറന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, മകൻ കണ്ണു തുറന്നിരിക്കുന്നു. ആരുടെ ദുആ? ഉമ്മാന്റെ ദുആ. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവ് കടന്നു വന്നിട്ട്, മോനെ നിന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നം കാണുന്നു, അള്ളാഹ് എന്നെ കാണിക്കുന്നു. നമ്മുടെയൊക്കെ കുട്ടിയെടുത്ത് പോയി പറഞ്ഞെങ്കിൽ എന്തായിരിക്കും രംഗം? ആ ഓടും. അവിടുന്ന് അപ്പോഴേ വണ്ടി വിട്ടിട്ട് പാണത്തൂരിൽ നിന്ന് അവൻ പോയിട്ട് ബേക്കൽ കോട്ടയിൽ പോയി താമസിക്കാം. അല്ലാഹ് എന്റെ വാപ്പ എന്നെ അറക്കാൻ പോകുന്നു, കേസ് കൊടുക്കും. എന്റെ ഉപ്പ എന്നെ അറക്കാൻ പോകുന്നു. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് വന്നിട്ട്, യാ ബുനയ്യ, പൊന്നുമോനെ, ഞാൻ സ്വപ്നത്തിൽ കണ്ടു നിന്നെ അറുക്കുന്നതായി. ഫൻദുർ മാദാ തറാ, നിന്റെ അഭിപ്രായം എന്താണെന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചപ്പോ, ഉപ്പാ, അല്ലാഹുവിന്റെ തീരുമാനമാണോ? അല്ലാഹുവിന്റെ കൽപ്പനയാണോ? ഇഫ്അൽ മാ തുഅമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഞാൻ ക്ഷമയോടെ കിടന്നു തരാം. അല്ലാഹുവിന്റെ തീരുമാനമാണെങ്കിൽ അത് പറഞ്ഞതുപോലെ പ്രവർത്തിക്കണേ ഉപ്പാ. ഇങ്ങനെ
പറയാൻ ഒരു മനസാന്നിധ്യം ഉണ്ടാക്കി കൊടുത്തത് ഉമ്മയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മയുടെ മനോധൈര്യമാ ഒരു മകൻ അങ്ങനെ കിടന്നു കൊടുക്കാനുള്ള ഒരു കഴിവ് അള്ളാഹു കൊടുത്തത്. 10-15 വയസ്സിന്റെ ഉള്ളിലുള്ള കുട്ടിയാണ്. അതിനുള്ള തൗഫീഖ് എവിടുന്ന് കിട്ടി? ഉമ്മയുടെ ദുആ ബർക്കത്താണ്. അവിടെ നമ്മുടെ മക്കളെ പിഴച്ചു പോകാതിരിക്കാൻ ഉമ്മയുടെ ദുആയാണ് വലുത്. ഉമ്മ ദുആ ഇറക്കണം. 3 ദുആകളെ തട്ടിക്കളയപ്പെടുകയില്ല. 3 ദുആക്കൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദർബാറിൽ സ്വീകാര്യതയാ. ആ 3 ദുആകൾ ഒരിക്കലും അല്ലാഹു നിഷേധിക്കുകയില്ല. അതിൽ ഒരു ദുആയാണ് ദഅവത്തുൽ വാലിദി ലി വലദിഹി. ദഅവത്തുൽ വാലിദി ലി വലദിഹി, മാതാപിതാക്കൾ തന്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ. വാപ്പ ഉമ്മ മക്കൾക്ക് വേണ്ടി ദുആ ഇറക്കണം. വാപ്പ ഉമ്മ മക്കൾക്ക് വേണ്ടി ദുആ ഇറക്കണം. മറിയം ബീവിക്ക് വേണ്ടി ദുആ ഇരുന്നത് ആരാണ്? ഇമ്രാന്റെ ഭാര്യ ഹന്ന റളിയല്ലാഹു തആല മറിയം ബീവിക്ക് വേണ്ടി ദുആ ചെയ്തു. പ്രസവിച്ച് കയ്യിൽ എടുത്തു വെച്ചിട്ട് ദുആ ചെയ്തു, ഉമ്മ മോൾക്ക് വേണ്ടി എന്റെ മോളെ നീ പിഴപ്പിക്കല്ലേ അല്ലാഹ്. എന്തിനാ ഇതൊക്കെ നമുക്ക് ഖുർആനിൽ പഠിപ്പിച്ചിരുന്നത്? എന്റെ മകളെ നീ പിഴപ്പിക്കല്ലേ അല്ലാഹ്. ശൈത്താന്റെ ഷർറിൽ നിന്ന് കാവൽ ചോദിച്ചു, പിശാചിന്റെ ഷർറിൽ നിന്ന് കാവൽ തേടി. നമുക്ക് ഖുർആൻ പഠിപ്പിച്ചിരുന്ന വാക്കല്ലേ? നമ്മുടെ മക്കളെ പിഴച്ചു പോകാതിരിക്കാൻ ഖുർആൻ നമുക്ക് ദുആ പറഞ്ഞു തരുന്നുണ്ട്. ചെയ്യാവോ? പറഞ്ഞുതരാം. നമ്മുടെ മക്കളെ പിഴച്ചു പോകാതിരിക്കാൻ ഖുർആൻ നമുക്ക് മറുപടി പറഞ്ഞു തരുന്നുണ്ട്. അതിനുള്ള വഴി പറഞ്ഞു തരുന്നുണ്ട്, ദുആ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അള്ളാഹു നമുക്കത് പഠിപ്പിച്ചു തരും. അതാണ് അതിന്റെ അർത്ഥം. എന്താ ചെയ്യാൻ തയ്യാറുണ്ടോ? ഒരു കുട്ടി പിഴയ്ക്കാനും എളുപ്പമാണ്. യുളില്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ. ഖുർആൻ കൊണ്ട് പിഴയ്ക്കാനും പറ്റും, ഖുർആൻ കൊണ്ട് ഉയരാനും പറ്റും. ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമാ വയദഉ ബിഹി ആഖരീൻ. ഈ ഖുർആൻ കൊണ്ട് ഒരു വിഭാഗത്തെ അല്ലാഹു ഉയർത്തും, ഈ ഖുർആൻ കൊണ്ട് ഒരു വിഭാഗത്തെ അല്ലാഹു ഇകഴ്ത്തും. അല്ലാഹു ഉയർത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതാണ് നമുക്ക് വേണ്ടത്. മക്കളെ പിഴച്ചു പോകാതിരിക്കുന്ന ദുആ ഖുർആനിലുണ്ട്. ഒരു കുട്ടിയും പിഴയ്ക്കൂല, ഒരു കുട്ടിയും ലൈൻ അടിക്കൂല. ഇനി ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ലൈൻ അടിക്കാൻ ആരെങ്കിലും വന്നാൽ അല്ലാഹ് തടഞ്ഞു തരും. അതിന്റെ ദുആ ഉണ്ട് ഖുർആനിലുണ്ട്. നമ്മൾ പഠിക്കാൻ പറ്റാത്തതിന് ഇപ്പൊ എന്ത് ചെയ്യാൻ? അത് പഠിപ്പിക്കാനും തയ്യാറാകാത്തതിന് ഇപ്പൊ എന്ത് ചെയ്യാൻ? അല്ലാഹ് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഒരു കുട്ടി ജനിക്കുമ്പോ ആ കുട്ടിയുടെ കാതിൽ ബാങ്ക് വിളിച്ച് ഇഖാമത്ത് കൊടുത്തിട്ട് വലത് കാതിൽ സൂറത്തു ആലി ഇമ്രാനിലെ 36-ാമത്തെ ആയത്ത് ഓതി കൊടുക്കണം. ഇനിയെങ്കിലും ഈ കയ്യിലിരിക്കുന്ന കൊച്ചു കുട്ടികളില്ലേ, പ്രായപൂർത്തി ഓടി നടക്കുന്ന കുട്ടികൾ, ഈ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ കാതിൽ ഇഖ്ലാസോടുകൂടി ഓതി കൊടുക്കും. പിഴയ്ക്കൂല, ഇൻഷാ അല്ലാഹ് പിഴയ്ക്കൂല. ഇതൊക്കെ എന്തിനാ പഠിപ്പിച്ചിരുന്ന? കുറെ ഇവിടെ ആള് പറഞ്ഞ് 12-ാം മണി വരെ നിങ്ങളെ ഇവിടെ കുത്തിപ്പിടിച്ചിരുത്തിയിട്ട് എന്തെങ്കിലും ഇവിടെ പാട്ടുപാടി മ്യൂസിക് അടിച്ച് ഡാൻസ് കളിച്ച് മാനല്ല. ഇത് നമ്മൾ സ്വർഗത്തിൽ ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ്. ദുനിയാവിന്റെ പാട്ട് ദുനിയാവിന്റെ രസമായിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അവിടെ അടിച്ചു പൊളിച്ച് 2 പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ ആടിയിട്ട്. പക്ഷെ ആ പോക്ക് നരകത്തിലേക്കുള്ള പോക്കാണ്. എക്കാലവും നരകത്തിൽ കിടക്കണം, ചൂട് പിടിച്ചിട്ട്, കൊടും ചൂടില്. പക്ഷെ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ ഈ പറയുന്ന ഉപദേശങ്ങൾ കേട്ട് മനസ്സിലാക്കണം. ഈ ഉപദേശ നിർദ്ദേശങ്ങൾ വഴി ജീവിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അതിനാണ് ഉപദേശം. അല്ല വെറുതെ സമയം കളയാനല്ല. ഇവിടെ 4 ദിവസത്തെ പ്രഭാഷണം വെച്ചിട്ട് ആലിമീങ്ങളെ വിദൂരത്ത് നിന്ന് വിളിച്ചു വരുത്തി കൊണ്ടുവന്നിരുത്തിയിട്ട് പാണത്തൂർ ജമാഅത്താർക്ക് പ്രസിഡന്റ് എന്താ തലയ്ക്ക് ഭ്രാന്തോലുണ്ടോ? ഈ സമയം കളയാൻ സ്വർഗത്തിൽ പോകാനുള്ള വഴി പറഞ്ഞത് ഉസ്താദേ, മക്കളെ പിഴച്ചു പോകാതിരിക്കുന്ന വഴി പറഞ്ഞത് ഉസ്താദേ. അതിനുള്ള മരുന്നാണ് നമ്മളിവിടെ പറയുന്നത്. അതാണ് നമുക്ക് വേണ്ടത്. എല്ലാത്തിനും പരിഹാരമുണ്ട് ഖുർആൻ. എന്തിനും പരിഹാരമുണ്ട് ഖുർആൻ. ഖുർആനിലേക്ക് മടങ്ങിയാൽ മതി, എല്ലാത്തിനും പരിഹാരമുണ്ട്. എന്തിനാ ഇല്ലാത്തത്? അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നു. സൂറത്ത് ആലി ഇംറാൻ ഇനിയെങ്കിലും പഠിപ്പിച്ചോളി, ഇനിയെങ്കിലും ഓതിക്കോളി. ഇന്നി ഉഈദുഹാ ബിക വദുർരിയത ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതാണ്
അപ്പൊ നമ്മുടെ കുട്ടിക്ക് ഇത് ഓതി കൊടുക്കണം. സൂറത്ത് ആലി ഇമ്രാൻ 36-ാമത്തെ ആയത്ത് ഓതി കൊടുത്ത കുട്ടി പിഴച്ചു പോകില്ല ഇൻഷാ അല്ലാഹ്. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിഴപ്പിക്കാൻ എന്ന വ്യാജേന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. പിഴപ്പിക്കാനല്ല, അള്ളാഹു പരീക്ഷിച്ചാണ്. മനുഷ്യ കോലത്തില് വന്നപ്പോ മാറിപ്പോകടാ എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം മറിയം ബീവിക്ക് അള്ളാഹു തആല കൊടുത്തത് ഈ ദുആയുടെ ബർക്കത്താണ്. ഇതോടെ ബർക്കത്താണ്. നമ്മുടെ മക്കൾക്ക് അത് കിട്ടും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഒരിക്കലും മറക്കരുത്. അവിടെയാണ് ഈ സൂറത്തിന്റെ പേരും ആയത്തിന്റെ നമ്പരും പറഞ്ഞത്. രണ്ടാമതൊരു ദുആ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഫസതദ്കുറൂന മാ അഖൂലു ലകും വ ഉഫൗവിദു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. فستذكرون ما أقول لكم وأفوض أمري إلى الله إن الله بصير بالعباد. നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോ, കോളേജിലേക്ക് പോകുമ്പോ, പുറത്തു പോകുമ്പോ, യാത്രയ്ക്ക് പോകുമ്പോ ഈ ഒരായത്ത് നിങ്ങൾ ആ കുട്ടിയുടെ തലയിൽ കൈവച്ച് പറയണേ. വൗഫവ്വിദു അംരി ഇലല്ലാഹ്, എന്റെ കാര്യം ഞാൻ പരമേൽപ്പിക്കുന്നു അല്ലാഹുവിനെ. അല്ലാഹുവേ, എന്റെ മോള്, എന്റെ മകൻ കോളേജിൽ പോവുകയാ, പഠിക്കാൻ പോവുകയാ, നഴ്സറിയിൽ പോവുകയാണ്. പടച്ച റബ്ബേ, നീ ആ കുട്ടിയെ നീ രക്ഷിക്കണേ, സഹായിക്കണേ. ഞാൻ ആ കുട്ടിയെ നിന്നിൽ പരമേൽപ്പിക്കുന്നു അല്ലാഹ്. ഈ ദുആ പഠിച്ചു വെച്ചോ. എവിടെയായാലും ആ കുട്ടിയെ അല്ലാഹു ഇടങ്ങറാക്കൂല. അതിന്റെ അർത്ഥം എന്താ? തൊട്ടടുത്തായത്തെ അല്ലാഹ് പറയുന്നത് കേട്ടോളി. ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. അല്ലാഹു ആ കുട്ടിയെ സസൂക്ഷ്മം വീക്ഷിക്കുമത്രേ. അല്ലാഹു ആ ദാസനെ സസൂക്ഷ്മം വീക്ഷിക്കുമത്രേ. അല്ലാഹു വീക്ഷിക്കും. അല്ലാഹു വീക്ഷിക്കും. ഖുർആൻ പറഞ്ഞ വാക്കല്ലേ. അല്ലാഹു നോക്കിക്കൊള്ളും, അല്ലാഹു സഹായിച്ചുകൊള്ളും. എതിൽ നിന്ന്? ഫവഖാഹുല്ലാഹു സയ്യാതി മാ മകറൂ. ആരാണോ അതിക്രമം പ്രവർത്തിക്കുന്നത്, അഹങ്കാരം പ്രവർത്തിക്കുന്നത്, അവരിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഒരു പെണ്ണിനെ, ഒരാണിനെ പിഴപ്പിക്കാൻ ആരാണോ മുതിരുന്നത്, പരിശ്രമിക്കുന്നത്, അവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് അല്ലാഹു അവനെ സംരക്ഷിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഖുർആനിൽ വിശ്വാസമുണ്ടോ? ഈ ദുആ പഠിച്ചു വെച്ചോ. നമ്മുടെ മക്കളെ ഏൽപ്പിച്ചു വിട്. അൽഹംദുലില്ലാ, അല്ലാഹ് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നമ്മുടെ കയ്യിൽ തിരിച്ചു കൊണ്ടുതരും. അതുകൊണ്ട് വാപ്പ ഉമ്മ ദുആ ഇറക്കണം മക്കൾ നന്നാവാൻ. അല്ല പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ ആഖിറത്തിൽ നമുക്ക് ഗുണം ചെയ്യുന്നത് നമ്മുടെ മക്കളാണ്. ഖബറിൽ ഉമ്മ മരിച്ചുപോയി, ഉപ്പ മരിച്ചുപോയി, ആരുടെ ദുആയിക്കാ ഗുണം കൂടുതൽ കിട്ട? പള്ളിയിലെ ഖത്തീബ് ഉസ്താദിന്റെ അല്ല, മുക്രിച്ചാന്റെ അല്ല, പ്രവാചകന്മാരുടെ ദുആയിക്കല്ല വില. ഏറ്റവും വലിയ വില ആരുടെ ദുആയിക്കാണ്? നമ്മുടെ മക്കളുടെ ദുആയാണ്. നമ്മുടെ മക്കളുടെ ദുആയിക്കാണ് അള്ളാന്റെ അടുക്കൽ ഏറ്റവും വലിയ സ്ഥാനം. മരിച്ചു കിടക്കുന്ന വാപ്പാന്റെ ഖബറിന്റെ അരികിലേക്ക് വന്നിട്ട് ഒരു മകൻ പൊട്ടിക്കരഞ്ഞവൻ ദുആ ചെയ്താൽ ആ വാപ്പാന്റെ ഖബറിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്. ആരുടെ ദുആയാണ് സ്വീകരിക്കുക? ഒരു മകന്റെ ദുആ. ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലാഹുക്ക് അതാണ്. മകൻ വാപ്പാക്ക് വേണ്ടി ചെയ്യണം, ഉമ്മാക്ക് വേണ്ടി മക്കൾ ചെയ്യുന്ന ദുആയാണ് ഏറ്റവും വലിയ ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ മാതൽ ഇൻസാൻ ഇൻഖത അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരാൾ മരണപ്പെട്ടാൽ മൂന്നാലൊരു നന്മയല്ലാത്തതെല്ലാം അസ്തമിച്ചു പോകുമത്രേ. അതിൽ ഒരു നന്മയാണ് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. വാപ്പാക്കോ ഉമ്മാക്കോ വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹായ സന്താനത്തിന്റെ ദുആ. സാലിഹായ മനുഷ്യൻ, സാലിഹായ മക്കൾ വാപ്പാക്ക് വേണ്ടി ചെയ്യുന്ന ദുആ പെട്ടെന്ന് ഖബറിലേക്ക് എത്തും. അതിന്റെ അപ്പൊ നമ്മൾ ആഖിറത്തിന്റെ ഒരു വലിയ ഒരു വഴിവിളക്കാണ് നമ്മുടെ മക്കൾ.
അവരെ നന്മയിലേക്ക് ക്ഷണിക്കേണ്ടത് ഉമ്മയുടെ ഉപ്പയുടെ ബാധ്യതയാണ്, അല്ല ഉസ്താമാരുടെ ബാധ്യതയല്ല. പിന്നീടാണ് ഉസ്താമാരുടെ കയ്യിൽ കിട്ടുന്നത്. അത് 5 വയസ്സിന് ശേഷം 6 വയസ്സിന് ശേഷം. അതുവരേക്കും ദീൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉമ്മയാണ് ഉപ്പയാണ്. അവിടെ പാളിപ്പോയാൽ മോന്റെ കാര്യം. അത് ശ്രദ്ധിക്കണം, ഉമ്മ ശ്രദ്ധിക്കണം. ഇല്ല എങ്കിൽ നാളെ ആഖിറത്തിലെത്തുമ്പോ ഈ മക്കൾ നല്ല മാതാപിതാക്കൾക്കെതിരെ സാക്ഷി പറയും അല്ലാഹുവിന്റെ അടുക്കൽ. ശ്രദ്ധിച്ചോ? ഈ മക്കളൊക്കെ MDM അടിച്ചിട്ട് കൃത്യസമയത്ത് പുറയിൽ വരാതെ, നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് സമയം കളഞ്ഞ് പാഴാക്കി കള്ളുകുടിയന്മാരെ പോലെ അവരുടെ തലച്ചോറ് പോലും നശിക്കുന്ന കോലത്തിലായി മാറിയാൽ ഈ മക്കൾ പിഴച്ചുപോയതിന്റെ ഉത്തരവാദിത്വം ഈ ഉമ്മയും ഉപ്പയും ആഖിറത്തിൽ പറയേണ്ടി വരും. ഞാൻ ആയത്ത് തരാം, ഹദീസ് ഉത്തരം കണ്ടോളെ. വെറുതെ അല്ല, കളിയല്ല. എന്തുകൊണ്ട് നീ വന്നില്ല 9 മണിക്ക് പുറക്കാത്ത കേട്ടണം മകനെ. അവിടെ ഇവിടെയൊക്കെ വായി നോക്കിയിരിക്കാൻ സമ്മതിക്കരുത്. നമ്മുടെ ചെറുപ്പക്കാർ വായി നോക്കിയിരിക്കാൻ നമ്മൾ സമ്മതിക്കരുത്. നല്ല ചെറുപ്പമാണ്. നമസ്കരിച്ചോ? നീ ഇശാ നമസ്കരിച്ചോ? മഗ്രിബ് നമസ്കരിച്ചോ? അസ്ർ നമസ്കരിച്ചോ? ചോദിക്കേണ്ട ബാധ്യത ഉമ്മയുടെ ഉപ്പയുടെ ബാധ്യതയാണ്. ചോദിച്ചില്ല എങ്കിൽ പ്രശ്നമൊന്നുമില്ല, ദുനിയാവ് അടിച്ചു വിളിച്ചു പോകും. ആഖിറത്തിൽ ഇൻഷാ അല്ലാഹ് എത്തും. ഉമ്മയെ ഉപ്പയെ കൊണ്ട് പിടിച്ച് കൂട്ടിൽ നിർത്തും അല്ലാഹ്. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം നബി തങ്ങൾ പറയുന്നു, അദ്ദിബ് ഇബ്നക്, നിന്റെ മക്കൾക്ക് നീ മര്യാദ പഠിപ്പിച്ചു കൊടുക്കുക. ഫൈന്നക മസ്ഊലുൻ അൻ, തീർച്ചയായും നിന്നോട് ചോദ്യം ഉണ്ടാകും. മാദാ അദ്ദബ്തഹു വമാദാ അല്ലംതഹു. ഏ വാപ്പ, ഏ ഉമ്മ, നിന്റെ മക്കൾക്ക് നീ എന്ത് മര്യാദയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ചോദ്യം ഉണ്ടാവും. നമ്മള് ചുമ്മാ പർദ്ദായിട്ട് തൊപ്പിയിട്ടോണ്ട് നടന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ നിങ്ങളത് പറയാണ്, നമ്മളൊക്കെ ഈ പർദ്ദയും തൊപ്പിയിട്ട് വെറുതെ വാത് കേൾക്കാൻ വന്ന് മരിച്ചുപോയി എല്ലാരും യാസീനും ദുആഇരുന്ന് ചാപ്പാടെല്ലാം കൊടുത്ത് അവിടെ പോയി രക്ഷപ്പെടുമെന്ന് നിങ്ങൾ കരുതണ്ട. രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ പണിയെടുത്തിട്ട് പോകണം ഇൻഷാ അല്ലാഹ്. പിന്നെ എക്സ്ട്രാ നമ്മൾ ചെയ്യുന്ന ഒരു ഔദാര്യമാണ് ഈ ദുആയൊക്കെ. അതൊക്കെ സ്വീകരിച്ചില്ലെങ്കിലില്ല. പക്ഷേ നമ്മൾ നമ്മുടെ മക്കളെ പിഴച്ചു പോയാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ചോദ്യം ചെയ്യപ്പെടുന്നത് ഉമ്മയോടും ഉപ്പയോടുമാണ്. നിന്നോട് ചോദ്യമുണ്ടാകും. എന്താണ് നിന്റെ മക്കൾക്ക് നീ പഠിപ്പിച്ചു കൊടുത്തത്? എന്താണ് നിന്റെ മക്കൾ പഠിച്ചത്? എന്ത് മര്യാദയാണ് പഠിപ്പിച്ചത്? അതിനെ കുറിച്ച് നാളെ ചോദ്യമുണ്ടാകുമെന്ന് നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി. എന്തായിരിക്കും മറുപടി പറയാ ഉമ്മ? എന്തായിരിക്കും മറുപടി പറയാ ഉമ്മ? പിഴച്ചുപോയ ഒരു മകന്റെ ഉമ്മ എന്തായിരിക്കും ആഖിറത്തിൽ മറുപടി പറയാ? പിഴച്ചുപോയ ഒരു പെണ്ണിന്റെ ഉപ്പ ആഖിറത്തിൽ എന്തായിരിക്കും മറുപടി പറയാ? പടച്ചവൻ നമ്മുടെ മക്കളെയൊക്കെ കൺകുളിർമയുള്ളവരാക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് ഞങ്ങളുടെ മക്കൾക്ക് ഒരു ന്യൂനതകൾ നീ വരുത്തല്ലേ പടച്ചവനെ. ഈ മുബാറക്കായ മജ്ലിസിൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ദുആ അതാണ്. അല്ലാഹുവിലേക്ക് മടങ്ങുക, അല്ലാഹുവിലേക്ക് മടങ്ങുക. നമ്മുടെ മക്കൾ നന്മയുള്ളവരായി കൺകുളിർമയുള്ളവരാകണം. അതിനാണ് നബി തങ്ങൾ ഒരു ദുആ പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആനിൽ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഞങ്ങളുടെ രക്ഷിതാവേ അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെ, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ, ഞങ്ങളുടെ സന്താനങ്ങളെ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, കൺകുളിർമയുള്ളവരാക്കണമേ. നാടിനെ മാതൃകാ പുരുഷനാക്കണേ, മാതൃകാ മഹതികളാക്കണേ അല്ലാഹ്. ഈ ദുആ നമ്മൾ വിടരുത്. ഈ ദുആ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആയാണ്. ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വേണ്ടി ചെയ്യുന്ന ദുആയാണ്. ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് വേണ്ടി ചെയ്യേണ്ട ദുആയാണ്. ഈ ദുആ അല്ലാഹു പഠിപ്പിച്ചെന്നാണ്. ഇത് ചെയ്താൽ ഭാര്യ ഭർത്താവ് മക്കള് പിഴയ്ക്കൂല. സ്ഥിരമായിട്ട് ചെയ്യണം. ചിലർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഖുർആൻ പഠിപ്പിച്ചിരുന്നുണ്ട്. അതിലൊന്ന് വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഒരിക്കലെങ്കിലും ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം മാതാപിതാക്കൾക്ക് വേണ്ടി ഈ ദുആ ചെയ്യാത്ത മക്കള് സാലിഹായ മക്കളല്ല. സാലിഹായ മക്കളല്ല. ഒരു ദിവസം മറന്നു പോകാൻ പാടില്ല. കാരണം ഉപ്പയോട് ഉമ്മയോട് അത്രയ്ക്ക് മാത്രം നമുക്കുണ്ട്.
അത്രയ്ക്കും ബാധ്യതയുണ്ട്. ആ ഉമ്മയെ മറക്കരുത്, ഉപ്പയെ മറക്കരുത്. അത് മറക്കാതെ ചൊല്ലേണ്ട ദുആയാണിത്. ഖുർആൻ പഠിപ്പിച്ച ദുആയാണ് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അതുകൊണ്ട് ഉസ്താദന്മാരെ ദുആ ചെയ്യുമ്പോൾ ആ ദുആ പൂർത്തീകരിക്കുന്നത് ഈ ദുആ വെച്ചിട്ടാണ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അല്ലാഹുവേ, എൻ്റെ ശൈശവത്തിൽ, എൻ്റെ ബാല്യത്തിൽ, എൻ്റെ കൗമാരത്തിൽ എന്നോട് കരുണ കാണിച്ച എൻ്റെ ഉപ്പ ഉമ്മക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക് നീ കരുണ ചൊരിയണേ പടച്ചവനെ. അതാണ് അതിന്റെ അർത്ഥം. അത് പറഞ്ഞിട്ടാണ് ദുആ പൂർത്തിയാക്കുന്നത്. ആ ദുആ ചെയ്യാത്ത മക്കൾ സാലിഹായ മക്കളെ അല്ല തഫ്സീറുൽ മുഫസ്സിരീങ്ങൾ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് മറക്കാൻ പാടില്ല. അതുകൊണ്ട് ദുആ വാപ്പാക്കും ഉമ്മാക്കും ചെയ്യണം, മക്കള് അതേപോലെ തിരിച്ചും ചെയ്യണം. മാതാപിതാക്കൾ മക്കൾക്കും ചെയ്യണം, മക്കള് മാതാപിതാക്കൾക്കും ചെയ്യണം. ഈ ദുആ നമ്മൾ വിട്ടുപോകരുത്. എന്നാലേ മരണപ്പെട്ടതിന് ശേഷം ഖബറിൽ നമുക്ക് ഗുണം കിട്ടുകയുള്ളൂ. ഖബറിൽ ഗുണം കിട്ടുന്ന ദുആ സാലിഹായ കുട്ടിയുടെ ദുആ. വലദുൻ എന്നല്ല നബി തങ്ങൾ പഠിപ്പിച്ചത്, വലദുൻ സാലിഹുൻ യദ്ഉ ലി അബീഹി വ ഉമ്മിഹി. വാപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്യുന്ന സാലിഹായ മകന്റെ ദുആ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. സാലിഹായ മകന്റെ ദുആ, സാലിഹായ കുട്ടിയുടെ ദുആ. വെറും കുട്ടി എന്നല്ല റസൂലുള്ളാഹി പറഞ്ഞത് അവിടെ, വലദുൻ സാലിഹുൻ. അതുകൊണ്ട് നമ്മുടെ കുട്ടി ആരാകണം? സാലിഹായ കുട്ടിയാകണം. എന്നാലേ മരണപ്പെട്ടാലും നമുക്ക് ഗുണമുണ്ടാവുകയുള്ളൂ. ഇനി ഈ കുട്ടികളും ഈ ഉപ്പയും ഉമ്മയും നാളെ സ്വർഗത്തിൽ വരുന്ന രംഗമുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് മാതാപിതാക്കൾക്കെതിരെ മക്കൾ നാളെ ആഖിറത്തിൽ ചെയ്യുന്ന ഒരു ദുആ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ അഹ്സാബ്, റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാനാ ഫഅളല്ലൂന സബീലാ റബ്ബനാ ആതിഹിം ളിഅഫൈൻ മിനൽ അദാബ് വൽഅൻഹും ലഅനാ കബീറാ. മാതാപിതാക്കളെ, രക്ഷകർത്താക്കളെ, കാരണവർമാരെ, നാളെ ആഖിറത്തിലെത്തുമ്പോ, പടച്ചവന്റെ പരമോന്നത സഭയിലെത്തുമ്പോ, ഇതാ അള്ളാന്റെ കോടതിയിൽ വെച്ച് മാതാപിതാക്കൾക്കെതിരെ മക്കളുടെ ദുആയാണ്. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നാ അതഅനാ സാദതനാ വകുബറാനാ, ഞങ്ങളുടെ മുൻഗാമികളായ കാരണവർമാരെ, നേതാക്കന്മാരെ ഞങ്ങൾ അനുസരിച്ചു പോയി. ഫഅളല്ലൂന സബീല, അവർ ഞങ്ങൾക്ക് നേരായ വഴികളെ തടസ്സം ചെയ്തു. റബ്ബേ, ഞങ്ങൾ പള്ളിയിൽ പോകാതെ നമസ്കാരമില്ലാതെ കഴിഞ്ഞിട്ട് പോലും നമസ്കരിക്കാൻ ഞങ്ങളോട് പ്രചോദനം നൽകാത്തവരായിരുന്നു. പടച്ചവനെ, മദ്യപിച്ച് മതോന്മത്തനായി ഞാൻ നടുറോഡിൽ കിടക്കുമ്പോ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ തയ്യാറാകാത്ത നേതാക്കന്മാരായി പോയി. പടച്ചവരെ, ഞാൻ വഴികേടിലായപ്പോ എന്നെ ആക്ഷേപിച്ചവരും അധിക്ഷേപിച്ചവരുമാണ്. എന്നെ അതിൽ നിന്ന് കൈക്ക് പിടിച്ച് സത്യത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാത്തവരാണ് പടച്ചവരെ. അതുകൊണ്ട് റബ്ബനാ ആതിഹിം ളിഅഫൈൻ മിനൽ അദാബ് വൽഅൻഹും ലഅനൻ കബീറാ. പടച്ചവരെ, അവരെ നീ ശക്തമായി ശപിക്കണേ അല്ലാ. ഞങ്ങൾക്ക് തരുന്ന ശിക്ഷയുടെ ഇരട്ടി ശിക്ഷ നീ അവർക്ക് നൽകണേ അല്ലാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്കെതിരെ മക്കളുടെ ദുആ, മാതാപിതാക്കൾക്കെതിരെ മക്കളുടെ ദുആ, നേതാക്കന്മാർക്കെതിരെ മക്കളുടെ ദുആ. നേതാക്കന്മാർ ഇതൊക്കെ കണ്ടിട്ട് നേരത്തെ പ്രസിഡന്റ് പറഞ്ഞല്ലോ, അതിനു വേണ്ടി ഇവിടെ ഒരു തയ്യാറെടുപ്പുകൾ. എല്ലാവരും മുന്നോട്ട് വരണം, എല്ലാവരും മുന്നോട്ട് വരണം. നമ്മുടെ മക്കളൊക്കെ തലയ്ക്ക് വെളിവില്ലാതെ ഓരോന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഭ്രാന്തന്മാരെക്കാളും കഷ്ടമാണ്, ഭ്രാന്തന്മാരെക്കാളും. അതാണ് നമ്മുടെ യുവാക്കൾ. ഞങ്ങളുടെ പള്ളിയിൽ തിരുവനന്തപുരത്ത് ഈ റമദാൻ മാസത്തിൽ പ്രഭാഷണം, റമദാനിൽ നമ്മൾ 10 ദിവസം എഴുതിക്കാം. ലാസ്റ്റ് 10 ദിവസം 10,000 1200 പേരുണ്ടാവും. അവസാനത്തെ 10 ദിവസം ഫുൾ. അതിൽ 90-80% ചെറുപ്പക്കാരാണ്. അപ്പൊ ഇന്നത്തെ ഈ സാഹചര്യത്തെ കുറിച്ചൊക്കെ അവരോട് ഉപദേശിച്ചു. ആഖിറത്തെ കുറിച്ച്, നരകത്തെ കുറിച്ചൊക്കെ ഉപദേശിച്ചു. ഏകദേശം അൽഹംദുലില്ലാ 27-ാം രാവിന്റെ അന്ന് ഒരു സൈക്കോളജിസ്റ്റ്, നമ്മുടെ ബഷീർ എടാട്ടിൽ സൈക്കോളജിസ്റ്റ് വന്നു. അദ്ദേഹത്തിനോട് ഞാനൊരു 10 മിനിറ്റ് പ്രസംഗിക്കാൻ പറഞ്ഞു, ഒരു മോട്ടിവേഷൻ കൊടുക്കുക കുട്ടികൾക്കൊക്കെ.
മോട്ടിവേഷൻ കൊടുത്തു. അപ്പൊ അദ്ദേഹം പുറത്തേക്ക് വന്നു. നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി 3 മണിക്ക് ദുആ എല്ലാം കഴിഞ്ഞ് 3 മണി 3:30 ആയപ്പോ എല്ലാവരും ദുആയ്ക്ക് വേണ്ടി പുറത്തേക്ക് വന്നപ്പോ അദ്ദേഹത്തെ സമീപിച്ചു ഒരു 50ഓളം വരുന്ന ചെറുപ്പക്കാർ. 50ഓളം വരുന്ന ചെറുപ്പക്കാർ, 2 മണിക്കൂർ നസിഹത്ത് കേട്ട ചെറുപ്പക്കാർ സമീപിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ ഈ കഞ്ചാവിന് അടിമകളായി പോയി, ഒന്ന് രക്ഷിക്കണം, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാകാൻ ഒരു വഴി ഞങ്ങൾ കാണിച്ചു തരണം. ഡോക്ടർ സാഹിബ് നിങ്ങൾ ഞങ്ങളെ ഒന്ന് രക്ഷിക്കണോ? ആ കുട്ടികളുടെ മനസ്സിൽ എത്ര മാറ്റം വന്നു എന്നുള്ള അല്ലാഹു തആല അവരെ മാറ്റുമാറാകട്ടെ. നമ്മൾ ചിന്തിക്കണം, ആ കുട്ടികളുടെ മനസ്സിൽ എത്ര മാറ്റം അല്ലാഹു വരുത്തി. നമ്മൾ ആലോചിച്ചു. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ എപ്പോഴും വിളിയാണ്, ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ചെറുപ്പക്കാർ മക്കള് വലിയ ഗുണപ്പെട്ടു, വലിയ സന്തോഷമുണ്ട്, അവർ വിളിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് പണിയെടുത്ത് എന്ത് ത്യാഗം സഹിച്ചു നിങ്ങളെ അതിൽ നിന്ന് ഞാൻ രക്ഷിക്കാം. കുടുങ്ങിയ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഈ നാട്ടിലെ ചെറുപ്പക്കാർ, നല്ല ചെറുപ്പക്കാർ, ഈ നമ്മൾ ഈ പള്ളിയിൽ നമ്മൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഖിദ്മത്തും കാര്യങ്ങൾക്കും ഒക്കെ വരുന്നവർ ആ ചെറുപ്പക്കാരാണ്. അവരൊക്കെ യോജിക്കണം, ഒരുമിച്ച് നിൽക്കണം, ഒറ്റക്കെട്ടായി നിൽക്കണം. നമ്മുടെ മഹാന്മാരൊക്കെ നമ്മുടെ നാട്ടിലുള്ളതിന്റെ ബർക്കത്താണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നത്. അവരൊക്കെ ഈ കേരളത്തിന്റെ അല്ലെങ്കിൽ ഈ കാസർഗോഡ് ജില്ലയുടെ ഓരോ ഭാഗങ്ങളിൽ അൽഹംദുലില്ലാഹ് വന്ന് കിടക്കുന്നത് കൊണ്ട് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് സൗന്ദര്യം, ആണുങ്ങൾക്ക് സമ്പത്ത്, നല്ല വീട്, നല്ല ഭക്ഷണം, എന്താണ് അള്ളാഹു നമുക്ക് കുറവ് തന്നത്? ഈ നിഅമത്തും അനുഗ്രഹങ്ങളും ഒക്കെ നമുക്ക് തന്നപ്പോ നമ്മൾ അത് മതിമറന്നിട്ട് ജീവിക്കരുത്. അപ്പൊ അള്ളാന്റെ ശിക്ഷ വരും, അതല്ലാന്റെ ശിക്ഷ വരും. അതാണ് ഞാൻ നേരത്തെ ഓതിയ ഒരു ആയത്ത്, വഅനീബു ഇലാ റബ്ബികും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ് സുമ്മ ലാ തുൻസറൂൻ. നിങ്ങൾക്ക് അള്ളാന്റെ ശിക്ഷ വന്നിറങ്ങിയാൽ പിന്നെ അള്ളാന്റെ ഭാഗത്ത് നിന്ന് സഹായം കിട്ടൂല, അത് പ്രതീക്ഷിക്കുകയേ വേണ്ട. അപ്പൊ അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹം ചെയ്തു നമ്മുടെ നാട്ടിൽ, ഒരുപാട് നിഅമത്ത് ചെയ്തു നമ്മുടെ നാട്ടിൽ, ഒരുപാട് ശുഹദാക്കളെ കൊണ്ടുതന്നു, ഒരുപാട് ഔലിയാക്കളെ കൊണ്ടുതന്നു. അവരുടെ പാദസ്പർശമേറ്റ മണ്ണാണ്. അപ്പൊ നമ്മൾ അവരെ സാക്ഷ്യപ്പെടുത്തിയിട്ട് നമ്മൾ അഹങ്കാരികളും തമ്മാടികളും വെറും ഈ ചന്തയിൽ പോയിട്ട് ഈ മയക്കുമരുന്ന് വാങ്ങാനും വിൽക്കാനും അതിൽ നിന്ന് കോടികൾ കിട്ടിയാലും നമ്മൾ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കരുത്. അതെല്ലാം വർജിച്ച് നന്മയുടെ മക്കളായി കാവലാളാകുക. അതിനുവേണ്ടി ഒരുമിച്ച് കൂടും. അതിനുവേണ്ട എന്ത് പ്രചോദനങ്ങളും നമ്മുടെ ജമാഅത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകും. തെറ്റ് ചെയ്തു പോയോ? മാപ്പുണ്ട്, പേടിക്കണ്ട. അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിരുന്നുണ്ട്. ഞാനൊരു കള്ളുകുടിയനായി, കഞ്ചാവടിക്കുന്നവനായി എന്റെ ബോധമൊക്കെ പോയി, നീ കുളിച്ച് ഒരുങ്ങി വൃത്തിയായി അള്ളാഹുവിലേക്ക് കടന്നു വാ, പടച്ചവൻ നിന്നെ സ്വീകരിക്കും, പടച്ചവൻ നിന്നെ സ്വീകരിക്കും. ഇനി ആ ഒരു തെറ്റിലേക്ക് നീ പോകരുത്. അതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ നീ ഒന്നുമില്ല, നീ നരകത്തിലാണ് എന്നല്ല അതിന്റെ അർത്ഥം. എന്നെ രക്ഷപ്പെടുത്താൻ അള്ളാഹ് ആഗ്രഹിക്കുകയാണ്. നീ വാ, പടച്ചവനിലേക്ക് വാ, അള്ളാഹുവിലേക്ക് അടുക്ക്, തൗബ ചെയ്, ഇനി ആ തെറ്റിലേക്ക് പോകില്ല എന്ന് നീ ഉറച്ച വിശ്വാസത്തോടു കൂടി കടന്നു വാ, പടച്ചവൻ സ്വീകരിക്കും. അതാണ് നമുക്ക് വേണ്ടത്. ആ ഐക്യമാണ് നമുക്ക് വേണ്ടത്. ആ ഒരു ഐക്യവും സാഹോദര്യവും അൽഹംദുലില്ലാഹ് നിലനിർത്താൻ നമ്മൾ പരിശ്രമിക്കണം. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അവർകൾ അതാണ് സൂചിപ്പിച്ചത്. ഇവിടെയൊക്കെ ഓരോ ഉദാഹരണങ്ങളടക്കം നമ്മളെ ഈ 2000 നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, 2025 ജനിച്ച സമയം മുതൽ, ഈ 2025 പിറവിയെടുത്ത സമയം മുതൽ കൊലയോടെ കൊലയാണ്. ആയിരക്കണക്കിന് കൊലകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ദിവസവും. 2025 ജനിച്ചപ്പോ കൊലവർഷമാണെന്ന് തോന്നുന്നു. ഈ വർഷം കൊലവർഷം. സ്വന്തം ഉമ്മയ്ക്ക് പോലും സ്വസ്ഥമായി വീട്ടിൽ ഉറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം. അതേപോലെ ഏറ്റവും കൂടുതൽ കഞ്ചാവ് വിൽക്കപ്പെട്ട ഒരു വർഷമായി മാറി. കണക്കുകളൊക്കെ സൂചിപ്പിച്ചല്ലോ. നടക്കുമ്പോഴും കുറച്ച് പൈസ ലാഭത്തിന് വേണ്ടി. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം ഹക്ക്, ഹലാലായ പണമേത്, ഹറാമായ പണമേത്, ഇത് രണ്ടും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കുറെ പണം ഉണ്ടാക്കലല്ല, പണമല്ല ഖാറൂന് കൊടുത്തു, ഫിറഔന് കൊടുത്തു, ഹാമാന് കൊടുത്തു, ഉബയ്യ് ഇബ്നു ഖലഫിന് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പട്ടിണി കൊണ്ട് കിടന്നു. നിങ്ങൾ ആരെങ്കിലും പറയോ ഖാറൂന് അല്ലാഹു തആല പണം കൊടുത്തു, ഫിറഔന് കൊടുത്തു, മൂസാ നബി പട്ടിണി കിടന്നു? ആരെങ്കിലും നിങ്ങൾ പറയോ മൂസാ നബി അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ആളാ, ഫിറഔൻ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആളാ? ആരെങ്കിലും പറയോ? ഖാറൂൻ ഏറ്റവും വലിയ പണക്കാരനാണ്, ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനാണ്, ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനാണ്. ട്രംപ് ഒന്നുമല്ല, ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ. അദാനി അബാനി അല്ല, ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ഖാറൂനായിരുന്നു. അത്രയ്ക്കും പണം അല്ലാഹു കൊടുത്തു. പക്ഷേ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബക്കാരൻ
മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ച വ്യക്തി പണം കിട്ടിയപ്പോ ദീനില്ലാതെയായി. എന്തായി അല്ലാഹ് അവസാനം എന്താ ചെയ്തത്? ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ ഭൂമിയോട് കൂടി അല്ലാഹു തആല അവനെ നശിപ്പിച്ച് ഭൂമിക്കടിയിലേക്ക് അടിച്ചിറക്കി. ആ പണം കൊണ്ട് അവന് ഗുണമുണ്ടായില്ല. ഫറോവ വലിയ സമ്പന്നനായിരുന്നു. എന്ത് സംഭവിച്ചു? അവസാനം അല്ലാഹു തആല കടലിന്റെ ഉള്ളിലിട്ട് അല്ലാഹു തആല അവനെ കൊന്നുകളഞ്ഞു. ഓരോരോ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കി. ഇതിനൊന്നും പക്ഷെ നമ്മുടെ നബിയുന റസൂലുള്ളാഹി തങ്ങൾ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യബീതു ലയാലിയൽ മുതതാബിഅ താവിയൻ ഹുവ വഅഹ്ലുഹു ലാ യജിദൂന അശാ. രാത്രി കഴിക്കാൻ ഭക്ഷണം കിട്ടാതെ വയറുവേദന എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വയറ് ചുരുട്ടി വെച്ച് കിടന്നുറങ്ങിയിരുന്നു. നബിയുന റസൂലുള്ളാഹി ഭക്ഷണം കിട്ടാതെ, ഭക്ഷണമില്ല, ലാ യജിദൂന അശാ, ഭക്ഷണമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വയറ് ചുരുട്ടി വെച്ച് ഉറങ്ങി ദിവസങ്ങളോളം. യബീതുൽ ലയാലിയൽ മുതതാബിഅ ഹദീസിൽ കാണാം തുടർച്ചയായ രാത്രികളിൽ. അങ്ങനെയാണ് ഹദീസിലുള്ളത്. ഹബീബേ ആലോചിച്ചൊക്കെ നമ്മൾ ആരെയും പട്ടിണി കിടക്കുന്നത്? നമ്മൾ ഇന്ന് തീന്മേശയിലേക്ക് പോയാൽ അൽഹംദുലില്ലാഹ് ഇഷ്ടം പോലെ ഭക്ഷണമാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.